ഗുഡ് ഈവനിങ്. മാറ്റിനി ട്രിബുനാലേക്ക് എല്ലാവർക്കും ഒരു കൂടി സ്വാഗതം. അതുപോലെ ബുധനാഴ്ചകളിൽ നമ്മൾ മൈൻഡ്ഫുൾനെസ്സിന്റെ പല തലങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പരീക്ഷാ കാലമായതുകൊണ്ട് മൈൻഡ്ഫുൾനെസ് ഇൻ എഡ്യൂക്കേഷൻ, സ്കൂളിംഗ് അല്ലെങ്കിൽ സ്കൂളിന്റെ തലത്തിൽ നമുക്ക് എങ്ങനെ മൈൻഡ്ഫുൾനെസ് അപ്ലൈ ചെയ്യാം, ഈ വിഷയത്തെ നമ്മളോട് സംസാരിക്കാൻ ആന്റണി സാർ ENA നിന്ന് നമ്മളോട് കൂടെയുണ്ട്. സോ നിങ്ങൾ എല്ലാവരുടെയും പേരിൽ ആന്റണി സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ആന്റണി സാർ, താങ്ക് യു സാബ് സാർ. എല്ലാവർക്കും ഞാനൊരു നല്ല സായാഹ്നം ആശംസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം മൈൻഡ്ഫുൾനെസ് ഇൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മൈൻഡ്ഫുൾ സ്കൂൾ എന്ന് വേണമെങ്കിലും പറയാം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ മൈൻഡ്ഫുൾ പേരൻറ്റിങ്ങിനെ കുറിച്ചാണ്, അതായത് ഒരു കുഞ്ഞ് ജനിക്കുന്നു, ആ കുഞ്ഞിൻ്റെ ആദ്യമേ തൊട്ടുള്ള ഇവൻ ഗർഭധാരണം മുതലുള്ള, അതുപോലെ തന്നെ കുഞ്ഞ് ജനിച്ചതിന് ശേഷമുള്ള ആ വളർച്ചയെക്കുറിച്ചും അവിടെ നമ്മൾ എങ്ങനെ അവധാനപൂർവ്വം നമ്മൾ ആ കുഞ്ഞിനെ വളർത്തണം എന്നതിനെ കുറിച്ചുള്ള കുറച്ച് പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് നമ്മൾ മൈൻഡ്ഫുൾനെസ് ഇൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മൈൻഡ്ഫുൾ സ്കൂൾ എന്ന് വേണമെങ്കിൽ പറയാം. പാശ്ചാത്യ ലോകത്ത് ഇത് വളരെ പ്രചാരം സിദ്ധിച്ചു വരുന്ന ഒന്നാണ്. പക്ഷെ എല്ലാ സ്കൂളുകളും അങ്ങനെ ആകണം അല്ല എന്നും പറയാൻ സാധിക്കും. പക്ഷേ കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ അധ്യാപകർ പ്രത്യേകിച്ച് കൂടുതൽ മൈൻഡ്ഫുൾ ആണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കോഴ്സുകൾ നടത്താറുണ്ട്. ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് ആദ്യം സ്കൂളിൽ പോകുന്ന, സ്കൂളിലേക്ക് അല്ലെങ്കിൽ കിൻഡർഗാർട്ടൻ ഞങ്ങൾ ഇവിടെ പറയും, അല്ലെങ്കിൽ നിങ്ങൾ നഴ്സറി എന്നൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥ എന്ന് പറയുന്നതും ഒരു ട്രാൻസിഷൻ, വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ്. എന്താണ് എന്ന് ചോദിച്ചാൽ, അതായത് ഒരു കുടുംബം എന്ന് പറയുന്നത് ഒരു ആദ്യത്തെ കുഞ്ഞാണെന്നുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ച് അതൊരു ഐലൻഡ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ദ്വീപാണ് ഒരു കുടുംബം. അവൻ്റെ മാതാപിതാക്കളും അവനും തമ്മിൽ അങ്ങനെ ഒരു ഒറ്റപ്പെട്ട ഒരു ദ്വീപ് പോലെ ആയിരിക്കാം, ഒരുപക്ഷെ ആയിരിക്കാം എന്നല്ല, തീർച്ചയായിട്ടും അവൻ്റെ മനസ്സിൽ അങ്ങനെയാണ്. ഇതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു ലോകത്തിനെ കുറിച്ച് അല്ലെങ്കിൽ സാമൂഹ്യവൽക്കരണത്തെ കുറിച്ച് ഒരു കുഞ്ഞൊരിക്കലും തന്നെ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അല്ലെങ്കിൽ അതല്ലെങ്കിൽ അവൻ്റെ ബന്ധുക്കള്, അല്ലെങ്കിൽ അവൻ്റെ വല്യപ്പനോ വല്യമ്മയോ, അല്ലെങ്കിൽ അത് പോലെയുള്ള കസിൻസിന്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ കുട്ടികളൊക്കെ വരുന്ന സമയത്ത് അവന് തോന്നുന്നെങ്കിലും അവിടെയൊക്കെ കൂടുതൽ ഡോമിനൻസ് ഓരോരുത്തരും ഓരോ കുട്ടികളും കാണിക്കാൻ തുടങ്ങും. പക്ഷേ കിൻഡർഗാർട്ടൻ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ നഴ്സറി, നാട്ടിലൊക്കെ പറയുന്ന നഴ്സറി സ്കൂള്, അതും കഴിഞ്ഞ് സ്കൂളിലേക്ക് വരുന്ന ആ അവസരത്തിൽ തീർച്ചയായിട്ടും അത് ആ കുഞ്ഞിനെ സംബന്ധിച്ചൊരു വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ്. കുടുംബത്തിൽ നിന്ന് ആ ഒരൊറ്റപ്പെട്ട ഒരു ദ്വീപിൽ നിന്ന് അവനൊരു ദ്വീപ സമൂഹത്തിലേക്ക് പോവുകയാണ്. അവിടെയും അവൻ എന്തെല്ലാം നേടിയെടുക്കാൻ വേണ്ടി അവൻ്റെ കുടുംബത്തിൽ എന്തെല്ലാം ദുശാഠ്യങ്ങളും പിടിവാശികളും കരച്ചിലും അതുപോലെയുള്ളതെല്ലാം കാണിച്ചിരുന്നുവോ അതൊന്നും മുഴുവൻ സമയത്തും ഇവിടെ വിജയിക്കില്ല എന്ന് അവൻ ആദ്യമായിട്ട് അറിയുന്ന ഒരു സ്ഥലമാണ് സ്കൂള്, അല്ലെങ്കിൽ നഴ്സറി സ്കൂളുകൾ, അല്ലെങ്കിൽ സ്കൂൾ എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ സ്കൂളിലേക്ക് തന്നെ വരാം. നഴ്സറി സ്കൂൾ ആദ്യത്തെ ആ ഒരു ബിഗിനിങ് കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് എത്തുന്നതാണ്. അപ്പൊ അവിടെ അവന് കൂടുതൽ എന്തെങ്കിലും ഒക്കെ പഠിക്കാനുണ്ടാകും. ഓരോ ദിവസവും അവിടെ അവന് കോമ്പറ്റീഷൻ ഉണ്ടാകും. അവൻ അവിടെ വിജയിക്കണം, മിടുക്കനാണ് അല്ലെങ്കിൽ മിടുക്കിയാണെന്നൊക്കെ അറിയുന്നതിനെ കുറിച്ചുള്ള അവന്റെ എന്താണ് സുപ്പീരിയോറിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അവനായിരിക്കുന്നത് എന്തോ, എന്തൊക്കെയോ കഴിവുകൾ ഉണ്ടെന്നോ അതൊക്കെ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു കളരി അല്ലെങ്കിൽ ഒരു വേദിയാണ് സ്കൂള് അല്ലെങ്കിൽ ക്ലാസ് റൂം എന്ന് പറയുന്നത്. ഈ ക്ലാസ് റൂമിൽ ഒരു കുഞ്ഞ് എങ്ങനെയാണ് അവിടെ അവൻ പഠിച്ചു വരുന്നത്, അവനോട് ഏതെല്ലാം തരത്തില് ടീച്ചേഴ്സ് എങ്ങനെ പെരുമാറണം, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഇവിടെ ഒരു കുഞ്ഞ് സ്കൂളിലേക്ക് വരുന്ന അവസരത്തില് വലിയ മാറ്റങ്ങളൊന്നും അവനിൽ സംഭവിക്കുന്നില്ല. സാമൂഹ്യമായിട്ടുള്ള ഒരു സാമൂഹ്യവൽക്കരണത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് കൂടുതലായിട്ട് വരുന്നു. പിന്നെ അവൻ കരുതിയിരുന്ന അല്ലെങ്കിൽ അവൻ ഇത്രയും നാളും നേടിയിരുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും അല്ല ഇവിടെ നടക്കുന്നത്. കാരണം 10, 20, 25, 30 കുട്ടികൾ ഉണ്ടാകും. അവിടെ കുറച്ചുകൂടി അവന്റെ കഴിവുകൾ അവൻ പ്രകടിപ്പിക്കണം. അതിന് കുറച്ചൊക്കെ ചില അയോധന വിദ്യകൾ എന്ന് വേണേൽ നമുക്ക് പറയാം. അതൊക്കെ അവൻ ഫൈറ്റ് തെളിയണം. ഇങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിലേക്ക് വരികയാണ്.
മൈൻഡ്ഫുൾനെസ് ഇൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മൈൻഡ്ഫുൾ സ്കൂൾ എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വാട്ട് ഈസ് മൈൻഡ്ഫുൾനെസ് ഇൻ എഡ്യൂക്കേഷൻ, എങ്ങനെയാണ് നമ്മൾ കൂടുതൽ അവധാനപൂർവമായിട്ടുള്ള ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് എഡ്യൂക്കേഷനിൽ എങ്ങനെ നമുക്ക് കൂടുതൽ പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അടുത്തത് വൈ മൈൻഡ്ഫുൾനെസ് ഇൻ എഡ്യൂക്കേഷൻ ഈസ് സോ ഇമ്പോർട്ടൻറ്റ്, എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിൽ പ്രധാനപ്പെട്ട ഒരായിട്ടുള്ള മൈൻഡ്ഫുൾനെസ്സിൻ്റെ പ്രാധാന്യം എന്താണ്. അപ്പം മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുമ്പോൾ ന്യൂറോ ബയോളജി ഓഫ് എഡ്യൂക്കേഷനെ കുറിച്ച് കൂടി നമ്മൾ അല്പം ചിന്തിക്കണം. കാരണം ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ സ്കൂളിലേക്ക് എത്തുന്നതോടുകൂടി അവന് ന്യൂറോ ബയോളജിക്കലായിട്ടുള്ള ഒത്തിരി ചേഞ്ചസ് അവനിൽ വരുന്നുണ്ട്. അപ്പം അത് മനസ്സിലാക്കാൻ സ്കൂൾ അധികൃതർക്കും മാതാപിതാക്കൾക്കും അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ഒരു നല്ല ഒരു വിദ്യാഭ്യാസം കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു നല്ല പൗരനായിട്ട് വൈകാരികമായ പക്വത വന്ന ഒരു സിറ്റിസനായിട്ട് ഒരു പൗരനായിട്ട് അവനെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇതൊന്നുമില്ലാതെ ഏതെങ്കിലും കുറച്ച് അറിവുകൾ, കുറെ മാത്തമാറ്റിക്സും സോഷ്യൽ സ്റ്റഡീസും മറ്റതുപോലുള്ള വിഷയങ്ങൾ എന്തെങ്കിലും കുത്തി നിറയ്ക്കുന്നത് ഒരിക്കലും നല്ലൊരു വിദ്യാഭ്യാസമല്ല. അടുത്തത് വെൻ, വെയർ ആൻഡ് ഹൗ, എവിടെയാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് മൈൻഡ്ഫുൾനെസ് നമുക്ക് സ്കൂളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. ഹൗ ടു ടീച്ച് ആൻഡ് അപ്ലൈ മൈൻഡ്ഫുൾനെസ്, എങ്ങനെയാണ് ഏത് രീതിയിലാണ് നമുക്ക് മൈൻഡ്ഫുൾനെസ് സ്കൂളിൽ പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത്. അതുപോലെ ബെനിഫിറ്റ്സ് ഓഫ് മൈൻഡ്ഫുൾനെസ് ഇൻ എഡ്യൂക്കേഷൻ. ഇത്രയുമാണ് ഇന്നത്തെ ഞാൻ സംസാരിക്കുന്ന വിഷയത്തിൻ്റെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് മൈൻഡ്ഫുൾനെസ് ഇൻ എഡ്യൂക്കേഷൻ എന്ന് ഉള്ള ആദ്യത്തെ, എന്താണ് ഇതിന് ഇത്ര പ്രാധാന്യം അല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ, അതായത് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് പർപ്പസ്ഫുൾ ആയിട്ട് നമ്മൾ ബോധപൂർവം നമ്മളുടെ ഇതിനകത്ത് കരിക്കുലത്തിനകത്ത് പഠന പദ്ധതിയിൽ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന അവധാനപൂർവമായ ജീവിതത്തെക്കുറിച്ച്, ആ കലയെക്കുറിച്ച് അവന് വിദ്യാഭ്യാസത്തിൽ കൂടുതൽ കരിക്കുലത്തിൽ അല്ലെങ്കിൽ ആ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുക എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്, തിയറി ആൻഡ് പ്രാക്ടീസസ് ഇൻ ടു എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായിട്ട് വരണം. നിർഭാഗ്യവശാൽ ഇത് നമ്മളുടെ നാട്ടിൽ ഒരുപക്ഷെ അത് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഏതെങ്കിലും തലത്തിൽ ഇത് ഗവൺമെന്റ് അത് ചെയ്യുന്നുണ്ടെന്ന്, ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ അതിൻ്റെ എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു അനുഭവം ഞാൻ പറയാം. അതായത് ഇവിടെ സഹജ യോഗ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്, മെഡിറ്റേഷൻ ഗ്രൂപ്പാണ്, കൊച്ചിയിലുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അവിടെയുള്ള സഹജയോഗ ഗ്രൂപ്പിൽ ഞാൻ ചില സമയത്തൊക്കെ ഞാൻ അവിടെ പോയിട്ടുണ്ട്. എനിക്ക് ചില കൂട്ടുകാരുണ്ട്, അവരുടെ അടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഇവിടെയുള്ള ഓസ്ട്രിയയിൽ, യൂറോപ്പിലുള്ള അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ഒരു മരുന്നുണ്ടായിരിക്കും. എനിക്ക് യൂറോപ്പിലുള്ളവരെ കുറിച്ച് എനിക്കറിയാം. ജർമ്മനി, ഓസ്ട്രിയ, ഇറ്റലി ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ പോകുന്ന സഹജയോഗയിലെ മെമ്പേഴ്സിൻ്റെ മക്കൾ അവിടെ പോയി ധർമ്മശാലയ്ക്ക് അടുത്ത് അവിടെ ഒരു വലിയൊരു പബ്ലിക് സ്കൂളുണ്ട് ഇവരുടേതായിട്ട്. അവര് ഏകദേശം 4ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ, അല്ലെങ്കിൽ 3ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ അവരവിടെയാണ് അവരുടെ വിദ്യാഭ്യാസം. ഇറ്റലിയിൽ നിന്ന് പോകുന്നവർക്ക് ഇറ്റാലിയൻ പഠിക്കാം, ആ മീഡിയത്തിൽ പഠിക്കാം. ജർമ്മനി, ഓസ്ട്രിയ, സ്വിറ്റ്സർലൻഡിൽ നിന്ന് പോകുന്നവർക്ക് ജർമ്മൻ മീഡിയത്തിൽ പഠിക്കാം. ഇങ്ങനെ ഒരു പ്രാഥമിക വിദ്യാഭ്യാസം അവിടെയാണ് മാതാപിതാക്കൾ കൊടുക്കുന്നത്. ആ കുട്ടികൾ ഇവിടെ വന്നു കഴിയുമ്പോൾ അവരുടെ ആ പെരുമാറ്റത്തിൽ വളരെ വ്യത്യാസപ്പെട്ട, അല്ലെങ്കിൽ ഒരു സാധാരണ ഈ ഓസ്ട്രിയൻ പാശ്ചാത്യ സംസ്കാരത്തിൽ വളർന്നു വരുന്ന ആ കുട്ടികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മനോഭാവത്തോടു കൂടിയാണ് അവർ വരുന്നത്. ഞാൻ ആ കുട്ടികളോട് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറയും, ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ആ സ്കൂൾ ലൈഫ് എന്ന് പറയുന്നത്, ഞങ്ങൾ കൃത്യ സ്ഥലത്തിന്റെ പേര് എനിക്കറിയത്തില്ല, നമ്മളുടെ ധർമ്മശാലയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലത്താണ് ആ സ്കൂള്. അത് ഒന്ന്. രണ്ടാമത്, എനിക്ക് ഇപ്പൊ കേരളത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടെങ്കിലും ഞാൻ നാട്ടിൽ വരുന്ന പല സമയത്തും സ്കൂളിലെ കുട്ടികളുടെ ആ പാഠ്യപദ്ധതിയെക്കുറിച്ച്, അവരുടെ രീതികളെക്കുറിച്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ എന്തിനോ വേണ്ടിയിട്ടുള്ള വലിയൊരു വ്യഗ്രതയിലാണ് സ്കൂൾ അധികൃതര്, മാതാപിതാക്കള്, വിദ്യാർത്ഥികൾ എല്ലാവരും ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരം അവർക്ക് കൊടുക്കാതെ ഈ പാഠ്യപദ്ധതിയിലെ ഈ കണക്കും സോഷ്യൽ സ്റ്റഡീസും മറ്റുള്ള വിഷയങ്ങളും സയൻസും എല്ലാം കൂടി കുത്തി നിറയ്ക്കുന്ന ഒന്നാണ്. വേണ്ടത്ര പക്വതയോടുകൂടിയ ഒരു പൗരന്മാരെ അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിന് നമുക്ക് സാധിക്കുന്നില്ല.
ഓക്കെ, വൈ മൈൻഡ്ഫുൾനെസ് ഇൻ എഡ്യൂക്കേഷൻ ഈ സോ ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ് അടുത്ത്. എന്തുകൊണ്ടാണ് നമ്മളിത് പ്രൊമോട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പാഠ്യപദ്ധതിയിൽ മൈൻഡ്ഫുൾനെസ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ചോദിച്ചാൽ, മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഈ ഒരു ജീവനകലയെന്ന് നമുക്ക് പറയാം, അത് കൂടുതൽ സെൽഫ് അവെയർനെസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതാണ് കൂടുതൽ ഓരോ വിദ്യാർത്ഥിനികളും എല്ലാവരും അവെയർനെസ്സോട് കൂടി വളർന്നു വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. അടുത്തത് ടെക്നിക്സ് ടു കാം മൈൻഡ് ആൻഡ് ബോഡി. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടാത്തത് എന്താണ്? വാസ്തവത്തിൽ നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ പ്രശ്നങ്ങളെ, അല്ലെങ്കിൽ നമ്മളുടെ വികാരങ്ങളെ, നമ്മളുടെ അല്ലെങ്കിൽ നമ്മുടെ ശാരീരികമായിട്ടുള്ള കാര്യം, ഇതെല്ലാം നമുക്ക് എങ്ങനെ പക്വതയോടുകൂടി വളർത്താമെന്നും വളർന്നു വരാമെന്നും, അതുപോലെ തന്നെ ഒരു കാം ആൻഡ് ക്വയറ്റ്നെസ്, അത് ആ ഇന്നർ സ്റ്റിൽനെസ് ഒക്കെ കീപ്പ് ചെയ്യാൻ എങ്ങനെ നമുക്ക് പഠിക്കാം എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് ഒന്നും അറിയാൻ പാടില്ല. പഠിക്കണം, സ്കൂളിൽ ഒന്നാമനാകണം, അല്ലെങ്കിൽ സ്റ്റേറ്റിൽ ഒന്നാകണം, ഇങ്ങനെയുള്ള ഈ ഒരു വ്യഗ്രതയല്ലാതെ മറ്റൊന്നും തന്നെ അവരിലുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ദെൻ മോർ ദാൻ എംപതി ആൻഡ് കമ്പാഷൻ, അതായത് മൈൻഡ്, ബോഡി, അതുപോലെ തന്നെ എംപതിയും കമ്പാഷനും എന്തുമാത്രം വളർന്നു വരുന്നുണ്ട്. അവര് അതുപോലെ തന്നെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം, അത് പ്രത്യേകിച്ച് സ്കൂളിൽ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഏതായാലും കോളേജിൽ ഉണ്ടെന്നുള്ളത് വരും നമുക്കറിയാം. ദെൻ മൈൻഡ്ഫുൾ കമ്മ്യൂണിക്കേഷൻ, എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ വളരേണ്ടത്, എങ്ങനെയാണ് എഫക്റ്റീവ് ആൻഡ് മൈൻഡ്ഫുൾ ആയിട്ട് സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളില്ല. ദെൻ അടുത്തത് സാമൂഹ്യമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്കിൽസ് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത്, നമുക്ക് സാമൂഹ്യപരമായിട്ടുള്ള ഒത്തിരി ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള വളരെ ഗാഠമായിട്ടുള്ള, വളരെ അടിസ്ഥാനപരമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമുക്കില്ല. അത് ഈ മൈൻഡ്ഫുൾനെസ് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. അടുത്തത് മൈൻഡ്ഫുൾനെസിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം, സെൽഫ് മാനേജ്മെന്റ്, പ്രത്യേകിച്ച് വൈകാരികമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ സെൽഫ് മാനേജ്മെന്റ് അവർക്ക് വരുന്നു. കൂടുതൽ അതുപോലെ തന്നെ സാമൂഹ്യമായിട്ടുള്ള അവയർനെസ്, അവബോധം അവരിൽ വളർത്തുന്നു. പ്രത്യേകിച്ച് ഇതിങ്ങനെയൊക്കെ സാമൂഹ്യമായിട്ടുള്ള സോഷ്യൽ അവയർനെസ് കൂടുതൽ വരുന്നതോടുകൂടി തന്നെ നമുക്ക് നമ്മളുടെ അയൽക്കാരെ കുറിച്ച്, നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ കുറിച്ച്, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ കുറിച്ചെല്ലാം നമുക്ക് അറിയാൻ നമുക്ക് സാധിക്കും. ദെൻ റെസ്പോൺസിബിൾ ഡിസിഷൻ മേക്കിംഗ്, നമുക്ക് വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പരിപക്വമായ പക്വതയോട് കൂടിയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് സാധിക്കുന്നു. അതുകൂടാതെ ലേണിംഗ് സ്കിൽസ്, കൂടുതൽ ശ്രദ്ധയോടുകൂടി, പ്രത്യേകിച്ച് കോഗ്നിറ്റീവ് ആയിട്ടുള്ള ആ കഴിവുകളോടുകൂടി വളരെ നന്നായി പഠിക്കാൻ സാധിക്കുന്നു. അത് ഇതിന്റെ കൂടി ഭാഗമാണ്. കാരണം വൈകാരികമായിട്ടുള്ള ഓരോ വളർച്ചയുടെ കാലഘട്ടത്തിലും വൈകാരികമായിട്ടുള്ള, അല്ലെങ്കിൽ മാനസികമായ, സാമൂഹ്യമായ വളർച്ചയെക്കുറിച്ചുള്ള അവബോധം കുട്ടികൾക്കുണ്ടാകുമ്പോൾ തീർച്ചയായും അവരത് കൂടുതൽ അവരുടെ ആ ലേണിംഗ് സ്കിൽസിനെ, അല്ലെങ്കിൽ പഠനത്തെ അത് വളരെ പോസിറ്റീവായിട്ട് ബാധിക്കും. ദെൻ അടുത്തത് പർപ്പസ് ആൻഡ് മീനിങ് ഇൻ ലൈഫ്. ഒരു എഞ്ചിനീയറോ ഡോക്ടറോ, ആദ്യം ഡോക്ടർ ആയിരിക്കും, അത് കഴിഞ്ഞാൽ എഞ്ചിനീയർ, ഇതുപോലെയുള്ള ഇത് കൂടാതെ ജീവിതത്തിന്റെ ഓരോ വ്യക്തിയെ സംബന്ധിച്ച് അവൻ എന്ത് ജോലിയും ചെയ്യട്ടെ, ഏത് പ്രൊഫഷൻ അവൻ പഠിച്ച് മിടുക്കനായിട്ട് വരട്ടെ, എന്നാൽ തന്നെ ഒരു ജീവിതത്തിന്റെ ഒരു പർപ്പസ്, അല്ലെങ്കിൽ ഒരു മീനിങ്, ഇത് രണ്ടും കൂടുതൽ കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത് വിദ്യാഭ്യാസത്തിൽ ഈ മൈൻഡ്ഫുൾനെസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ദെൻ അടുത്തത് റെഡ്യൂസസ് സെൻസ് ഓഫ് സ്ട്രെസ് ആൻഡ് ലെങ്തൻ, നമ്മുടെ ആ വൈകാരികമായിട്ടുള്ള സെൻസ്, ആ സ്ട്രെസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ആൻഡ് ദെൻ അറ്റൻഷൻ സ്പാൻസ്, കൂടുതൽ അറ്റൻഷൻ നമുക്ക് ശ്രദ്ധയോടുകൂടി കൂടുതൽ ഓർമ്മശക്തി, അല്ലെങ്കിൽ അതുപോലെയുള്ള നമ്മളുടെ ബ്രെയിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് ആയിട്ടുള്ള ആ എബിലിറ്റീസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഓക്കെ, ദെൻ വൈ മൈൻഡ്ഫുൾനെസ് എഡ്യൂക്കേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ് വീണ്ടും തുടരുകയാണ്. ദെൻ ഇറ്റ് ഹെൽപ്സ് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ടു റെഡ്യൂസ് ബിഹേവിയർ പ്രോബ്ലംസ് ഓവർ. അതായത് ഏകദേശം ഈ മൈൻഡ്ഫുൾനെസ് ഒരു സ്കൂളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ, പാശ്ചാത്യ ലോകത്ത് നടത്തിയിട്ടുള്ള സ്റ്റഡി അനുസരിച്ച് 60% വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ അധ്യാപകരുടെയും, ആ വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലുള്ള ആ പ്രശ്നങ്ങൾ, ആ ഫ്രിക്ഷൻസ്, അല്ലെങ്കിൽ ആ ബിഹേവിയർ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ മൈൻഡ്ഫുൾനെസ് സഹായിക്കുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അടുത്തത് റെഡ്യൂസ്ഡ് ടീച്ചർ സ്ട്രെസ്. അധ്യാപകരെ സംബന്ധിച്ചുള്ള ആ സ്ട്രെസ് ഉണ്ടല്ലോ, അവരുടെ പഠിപ്പിക്കൽ, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചും അവർക്ക്
ഓക്കെ. അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ അവരുടെ വ്യക്തിപരമായ ആ ജീവിതം സ്കൂളിലേക്ക് വരുന്നുണ്ട്. സ്കൂൾ അല്ലെങ്കിൽ അവരുടെ ആ പ്രൊഫഷനിലേക്ക് വരുന്നുണ്ട്. അതെല്ലാവരുടെയും പ്രൊഫഷനിൽ വരുന്നുണ്ട്. സ്കൂളിലാണ് ടീച്ചേഴ്സ് ആകണമെന്നില്ല. മറ്റ് അതുപോലുള്ള ഏത് പ്രൊഫഷനിലും അവരുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ വൈകാരികമായിട്ടുള്ള ആ പ്രശ്നങ്ങളെല്ലാം വരാറുണ്ട്. എനിവേ ഇവിടെ പഠനം നടത്തിയിരിക്കുന്നതിൽ 43% ടീച്ചേഴ്സിന് അധ്യാപകരുടെ തന്നെ ഇത് സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. Then increased in their straight mindfulness. അതായത് നമ്മളുടെ നമ്മളുടെ എന്താണ് വ്യക്തിപരമായിട്ടുള്ള അവരുടെ ആ ഇത് ട്രൈറ്റ് അത് ഇതിനകത്ത് 47% അധ്യാപകരുടെ തന്നെ പ്രത്യേകിച്ച് അവരുടെ ആ പെരുമാറ്റ രീതികളിൽ വ്യത്യാസം വരുത്താൻ, മെച്ചപ്പെട്ട പെരുമാറ്റം കാഴ്ചവെക്കാൻ അവർക്ക് സാധിക്കും. ക്രിയേറ്റിംഗ് കാംനെസ് ഇൻ ദി ക്ലാസ് റൂം കുറെ കൂടി ശാന്തമാക്കാൻ സാധിക്കും. ഞാനും ഇവിടുത്തെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിൽ നിന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ പോകാറുണ്ട്. മൈൻഡ്ഫുൾനെസ് പഠിപ്പിക്കാനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അവിടെയുള്ള ആ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ പലപ്പോഴും വിദ്യാർത്ഥികളെ ഒന്ന് ശാന്തമായിട്ട് ഇരുത്താൻ വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് അധ്യാപകരുടെ പ്രത്യേകമായിട്ടുള്ള ഒരു ശിക്ഷണ നടപടികൾ ഇല്ലാതെ കൂടുതൽ ശാന്തമായിട്ട് കുട്ടികൾക്ക് ക്ലാസ്സിൽ പെരുമാറാൻ അല്ലെങ്കിൽ അത് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങളിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കും. ക്ലിയറിങ് യുവർ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്, അതായത് നമ്മളുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് കൂടുതൽ ഡിസിഷൻ മേക്കിങ്, അതുപോലെ തന്നെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഹൈജാക്ക് ഇല്ലാതെ നമുക്ക് അമിഗ്ഡാലയുടെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെറുപ്പക്കാരിൽ അത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അതിന് സഹായിക്കുന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ മൈൻഡ്ഫുൾനെസ് സ്കൂളിൽ ചെയ്യുകയാണെങ്കിൽ. ഇത് ന്യൂറോ ബയോളജി, നമ്മളുടെ വിദ്യാഭ്യാസം ഏത് രാജ്യത്താണെങ്കിലും ഇന്ത്യയിലാട്ടെ, ഏഷ്യയിലാട്ടെ, ആഫ്രിക്കയിലാട്ടെ, എവിടെയാണെങ്കിലും കൂടുതൽ ന്യൂറോ ബയോളജിക്കലായിട്ടുള്ള ആ ഇമ്പോർട്ടൻസ് കൊടുക്കാതെയുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് നമുക്കുള്ളത്. ഉദാഹരണമായിട്ട് ബീയിങ് സേഫ് ആൻഡ് ഫീലിംഗ് സേഫ്. ഒരു കുട്ടിയെ സംബന്ധിച്ച് സ്കൂളിൽ വരുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അവന് വീട്ടിൽ ഒരുപക്ഷെ നല്ല തീർച്ചയായിട്ടും കിട്ടും, മിക്കവാറും ഒരു 99% തന്നെ പറയാം. അല്ലെങ്കിൽ മാതാപിതാക്കള് മദ്യപിക്കാത്തവര് അല്ലെങ്കിൽ കൂടുതൽ ശിക്ഷണമൊന്നും ചെയ്യാത്തവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നമുക്ക് കൂടുതൽ സേഫ്റ്റി നമുക്ക് ഫീൽ ചെയ്യുന്നത് വീട്ടിലാണ്. ആ സ്കൂളിലും അവനത് ഫീൽ ചെയ്യണം. ആ രീതിയിലുള്ള ഒരു ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് അത് നമ്മളുടെ ആ ഫീലിംഗ് സേഫ് എന്ന് പറയുന്നത് ഒരു ന്യൂറോ ബയോളജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു ന്യൂറോ ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ അല്ലെങ്കിൽ ഒരു വളർച്ചയുടെ ഘട്ടമാണ്. അതുകൂടി നമ്മൾ ഈ മൈൻഡ്ഫുൾനെസ് വിദ്യാഭ്യാസത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതോടുകൂടി അത് കൂടുതലായിട്ട് അവരിൽ വികസിക്കാൻ അല്ലെങ്കിൽ അവരുടെ ന്യൂറോ ബയോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസിന് പോസിറ്റീവ് ആയിട്ടുള്ള ഇതിലേക്ക് വരും. അതുപോലെ തന്നെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ഇത് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ബ്രെയിൻ ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ്, അതെപ്പോഴും ബ്രെയിനും അതിന്റെ ഫങ്ഷൻസും ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ്. അല്ലെങ്കിൽ കൂടുതൽ ഭയപ്പെടുത്തുന്ന, ഭീകരതയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ശത്രുത അല്ലെങ്കിൽ നമ്മളുടെ സുരക്ഷിതത്വ കുറവുള്ള ഒരു സാഹചര്യത്തിൽ ഒരിക്കലും നമ്മളുടെ ബ്രെയിൻ ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യല. കാരണം എപ്പോഴും ഒരു ഭീഷണി, ഒരു ത്രെട്ടണിങ് അല്ലെങ്കിൽ ഒരു അമിഗ്ഡാല കൂടുതൽ ആക്റ്റീവ് ആകാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷം നമ്മൾ സൃഷ്ടിക്കണം. ദെൻ സോഷ്യൽ റിലേഷൻഷിപ്സ്, അതായത് അത് ന്യൂറോ ബയോളജിയുടേതാണ് ഒരു ഭാഗമാണ്. സോഷ്യൽ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് പെരുമാറേണ്ടത്, അതുപോലെ തന്നെ മറ്റുള്ളവരെ അംഗീകരിക്കുക, സ്വയം മറ്റുള്ളവരെ അംഗീകരിക്കപ്പെടുകയും ചെയ്യുക. ഇതെല്ലാം ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആ സോവറിറ്റി കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവന്റെ സാമൂഹ്യമായിട്ടുള്ള ആ ബന്ധം മെച്ചപ്പെടുത്തി ഒരു നല്ല സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് നമ്മളുടെ ഈ ന്യൂറോ ബയോളജിക്കൽ സോഷ്യൽ റിലേഷൻസ് അത് ബാധിക്കുന്നുണ്ട്. ദെൻ അറ്റൻഷൻ സർക്യൂട്ട്സ് ഓൺ ദി ബ്രെയിൻ, കൂടുതൽ ശാന്തമായ അന്തരീക്ഷത്തിലാണ് നമ്മളുടെ വിദ്യാർത്ഥികൾക്ക് അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം കിട്ടുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ബ്രെയിൻ്റെ ഫങ്ഷൻ അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. ബ്രെയിൻ ആൻഡ് ഹാർട്ട്, എഡ്യൂക്കേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ബ്രെയിൻ ആൻഡ് ഹാർട്ട് ആണ്. അതായത് ബ്രെയിൻ്റെ മാത്രം ഒന്നുള്ളല്ല, കാണാപ്പാഠം പഠിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് നമ്മളുടെ ഞാൻ പറഞ്ഞ കമ്പാഷൻ അല്ലെങ്കിൽ ഹ്യൂമൻ സെന്റിമെന്റ്സ്, ഹ്യൂമൻ ആയിട്ടുള്ള
വികാരങ്ങൾ, ഇതെല്ലാം നമ്മൾ കൂടുതൽ അതും ബ്രെയിനുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി ഒരു സോഷ്യലായിട്ടുള്ള സോഷ്യാലിറ്റി ഓഫ് അവർ ഇമോഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം, അത് പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു അവസരമാണ് വിദ്യാഭ്യാസം. അതുകൊണ്ടാണ് മൈൻഡ്ഫുൾനെസ് വളരെ പ്രധാനപ്പെട്ടായിരുന്നത്. ദെൻ ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ ആൻഡ് ലേണിംഗ്, ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ന്യൂറോ ബയോളജിക്കൽ ആയിട്ടുള്ള ആ നീഡ്സ് കൂടെ നമ്മൾ മൈൻഡ്ഫുൾനെസ് വഴി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വ്യക്തിയെ സംബന്ധിച്ച് ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ വരും, കൂടുതൽ ലേണിംഗ് സ്കിൽസ് കിട്ടും, അതുപോലെ തന്നെ അവന് കോൺസെൻട്രേഷൻ കിട്ടും. ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ദെൻ മൈൻഡ്ഫുൾനെസ്, ദി മൈൻഡ് ആൻഡ് ബ്രെയിൻ കൊളാബറേഷൻ, മൈൻഡും ബ്രെയിനും തമ്മിലും വരണം. മൈൻഡും ബോഡിയും മാത്രമല്ല, മൈൻഡും ഹാർട്ടും മാത്രമല്ല, അതേസമയം ഒപ്പം ബ്രെയിനും മൈൻഡും തമ്മിലുള്ള ബന്ധത്തിനും തീർച്ചയായിട്ടും ഈ മൈൻഡ്ഫുൾനെസ് എഡ്യൂക്കേഷൻ ഇതൊക്കെ നമ്മൾ കൊടുക്കാറില്ല. നമ്മളുടെ ന്യൂറോ ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രാധാന്യമല്ല, കൂടുതൽ അറിവ് കൊടുക്കുക, അതുപോലെ അൺഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ നടത്തുക, മറ്റുള്ളവരോട് മത്സരിക്കുക, 1ാം റാങ്ക് നേടുക, അല്ലെങ്കിൽ ഇതുപോലെയുള്ള പിന്നെ കുറെ നമ്മളുടെയൊക്കെ കേരളത്തിന്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ വേണ്ടത്ര പരിപക്വമായിട്ടുള്ള ഒരു സിലബസ് ആണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം നിങ്ങൾക്കറിയാം, ഞാൻ കൂടുതൽ അതേക്കുറിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. ദെൻ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ്, അവസാനമായിട്ട് ഇതാണ് ന്യൂറോ ബയോളജി. എങ്ങനെയാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ചെറുപ്രായം മുതൽ യൗവനത്തിലും കൗമാരത്തിലും ഇങ്ങനെയൊക്കെയുള്ള ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ആ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കരിക്കുലം, അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ രീതി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. അടുത്തത് വെൻ, വെയർ ആൻഡ് ഹൗ, എപ്പോൾ എങ്ങനെയാണ് നമ്മൾ മൈൻഡ്ഫുൾനെസ് സ്കൂളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ഏത് പ്രായത്തിലാണ്, എപ്പോഴാണ്, എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചാണ് അടുത്തത്. വെൻ എന്നുള്ള ചോദ്യത്തിന്റെ സ്റ്റാർട്ടിങ് ഫ്രം ദി ഏർലി ചൈൽഡ്ഹുഡ് മൈൻഡ്ഫുൾനെസ് നമ്മൾ പഠിപ്പിക്കേണ്ടത് ഏത് പ്രായത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പ്രായത്തിൽ പഠിപ്പിക്കാം. കാരണം ശാന്തമായിട്ട് ഒരു കുഞ്ഞിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ചില ആൺകുട്ടികളൊക്കെ, ചിലപ്പം പെൺകുട്ടികളും അങ്ങനെ ഉണ്ടാകാറുണ്ട്, എന്നാൽ തന്നെ ഹൈപ്പർ ആക്റ്റീവ് ആണല്ലോ, എന്നാൽ അവരെ ഒന്ന് ശാന്തരാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വെറുതെ മാതാപിതാക്കളും മെഡിറ്റേഷൻ നടത്തുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഒരു 5 മിനിറ്റ് എങ്കിലും ഇരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും കൊച്ചിനറിയാൻ പറ്റും ഈ ബ്രീത്തിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ ശാരീരികമായ അബോധത്തെക്കുറിച്ച്. ഒരു ഫോർമൽ മൈൻഡ്ഫുൾനെസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് അല്ല പറയുന്നത്, പക്ഷേ സ്റ്റാർട്ടിങ് ഫ്രം ദി ചൈൽഡ്ഹുഡ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ, അങ്ങനെയാണല്ലോ നമ്മൾ ഓരോ കുട്ടികളിലും, അല്ലെങ്കിൽ നമ്മളിൽ തന്നെ വളർന്നപ്പോൾ നമുക്ക് ചെറുപ്പത്തിലുള്ള ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ തെറ്റില്ല. ദെൻ ഷെഡ്യൂൾ ദി പ്രാക്ടീസ് ഏർലി അവേഴ്സ്, നമ്മളുടെ രാവിലെ തന്നെ അത് ഒരു റൊട്ടീൻ ആകണം. ആ റൊട്ടീൻ ആകത്തക്ക രീതിയിലുള്ള ഒരു പരിശീലനം വേണം. ഇനി വീട്ടിൽ അത് ചെയ്യാൻ സാധിക്കുന്നില്ലായിരിക്കും, കാരണം വീട്ടിൽ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിട്ട് വേണ്ടത്ര ഉറക്കം പോലും കിട്ടാതെ 5:30 അല്ലെ 6-ന് എത്ര പ്രാവശ്യം എത്ര ടീച്ചേഴ്സിന്റെ അടുത്ത് ട്യൂഷന് വേണ്ടി പോകേണ്ടി വരും. ഇതുപോലെ തന്നെ വൈകുന്നേരം വന്നു കഴിയുമ്പോഴും ഈ ഓട്ടത്തിനിടയ്ക്ക് അവന് ഇതൊക്കെ മറന്നു പോകും. വേണ്ട ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ആളുകൾ മറന്നു പോവുകയാണ്, അല്ലെങ്കിൽ മാതാപിതാക്കൾ പ്രത്യേകിച്ച്, അല്ലെങ്കിൽ അധ്യാപകർ മറന്നു പോവുകയാണ്. ദെൻ ഓൾവേസ് മൈൻഡ്ഫുൾ സിറ്റിംഗ്, വാക്കിംഗ് ആൻഡ് ബ്രീത്തിങ്, ഇതൊക്കെ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴി, അല്ലെങ്കിൽ മറ്റതുപോലുള്ള ഒരു ക്ലാസ്സിന്റെ പീരീഡിന്റെ സമയത്ത്, അല്ലെങ്കിൽ അവൻ കളിക്കാൻ പോകുമ്പോൾ, കൂടുതൽ അതുപോലെയുള്ള സന്ദർഭങ്ങളിലൊക്കെ കൂടുതൽ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കണം. ദെൻ വെയർ, എവിടെയാണ് എന്ന് ചോദിച്ചാൽ ചൂസ് എ ക്വയറ്റ് പ്ലേസ്, മേ ബി ഇൻ എ ക്ലാസ് റൂം, ഒരു ക്ലാസ് റൂമിൽ അവർക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വീട്ടിൽ ഉണ്ടാകണം. അതിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള മുറികൾ എല്ലാവർക്കും കിട്ടിയെന്ന് വരികയല്ല, എങ്കിൽ തന്നെ സ്കൂളിൽ അല്ലെങ്കിൽ വീട്ടിൽ വന്നു കഴിയുമ്പോഴേക്കും എല്ലാ മാതാപിതാക്കളും കുട്ടികളും ഇരുന്ന് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഏറ്റവും നല്ലതാണ്. ദെൻ എവരിവെയർ, മൈൻഡ്ഫുൾനെസ് ഒരിക്കൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ എനിവെയർ. അതിനാണ് നമ്മൾ നടക്കുമ്പോൾ, ഭക്ഷിക്കുമ്പോൾ, ഉറങ്ങാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ മറ്റതുപോലെയുള്ള എല്ലാ സന്ദർഭങ്ങളിലും മൈൻഡ്ഫുൾനെസ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പഠിക്കും. ദെൻ വാക്ക് ഓൺ ദ ബീച്ച്, മേ ബി കുട്ടികളെ കൊണ്ട് മൈൻഡ്ഫുൾനെസ് വാക്കിങ്ങിന് വേണ്ടി പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ള അനാവശ്യമെന്ന് ഞാൻ പറയല്ല, ആവശ്യമില്ലാത്തതെന്ന് വേണമെങ്കിൽ പറയാം, വെറുതെ നോൺസെൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാതെ വാക്ക് ഇൻ ദ ബീച്ച്, അത് അവിടെ കാണുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ പഠിക്കുക. ഇൻ ദ മൗണ്ടൻസ്, ചിലപ്പം ബീച്ച് അല്ലെങ്കിൽ മൗണ്ടൻസിൽ പോകാം, ഓർ ഡൗൺ ഇൻ ദി നൈസ് ലൈൻഡ് സ്ട്രീറ്റ്, മേ ബി സ്ട്രീറ്റിൽ പോകുമ്പോഴും
അവിടെയുള്ള എല്ലാം ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ വാഹനങ്ങളെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മറ്റതുപോലുള്ള നോയ്സിനെ ശ്രദ്ധിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മൈൻഡ്ഫുൾനെസ് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് മക്കളെ പ്രോത്സാഹിപ്പിക്കുക. ഹൗ, എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഗൈഡഡ് മെഡിറ്റേഷൻ, മൊമെന്റ് ടു മൊമെന്റ് എക്സ്പീരിയൻസസ്. ഓക്കെ, നമുക്ക് ഫോർമലായിട്ട് കുറച്ച് പറഞ്ഞു കൊടുക്കാം കുട്ടികൾക്ക്. ഒരിക്കൽ അവരോട് ചെറുപ്രായത്തിൽ അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അവരത് പിക്കപ്പ് ചെയ്യും, അവരുടെ ആ ശീലം അവർക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ, ദെൻ കൾട്ടിവേറ്റിംഗ് എംബോഡിമെന്റ്, അതായത് നമ്മളുടെ ആ മൂവ്മെന്റ്സിന്റെ എംബോഡിമെന്റ് ഓഫ് അവർ ആ എക്സ്പീരിയൻസിലേക്ക് വരും, അല്ലെങ്കിൽ അവയർനെസ്സിലേക്ക് വരും. എൻഹാൻസ്ഡ് അവയർനെസ് നമുക്ക് കിട്ടും. അത് അവിടെ ചിലപ്പോൾ ഒരുപക്ഷെ അവര് സൈക്കിൾ ചവിട്ടുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ഡാൻസ് കളിക്കുമ്പോഴായിരിക്കാം, മറ്റതുപോലെയുള്ള ഏതെങ്കിലും മൈൻഡ്ഫുൾ മൂവ്മെന്റ്സിലും ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ആക്ടിവിറ്റി അല്ലെങ്കിൽ അത് നമുക്ക് കൂടുതലായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ദെൻ അടുത്തത് ഹാർട്ട്ഫുൾനെസ് എന്ന് പറയും. ഹാർട്ട്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഹൃദയാലുത്വം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കൂടുതൽ അവരെ എന്താണ് എംപതി ആൻഡ് കമ്പാഷൻ, അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുക, അല്ലെങ്കിൽ അതുപോലെ മറ്റുള്ളവരെ സഹായിക്കേണ്ടതിനെ കുറിച്ച്, അത് ആ ക്ലാസ്സിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലായിരിക്കാം, മറ്റതുപോലുള്ള സന്ദർഭങ്ങളിൽ. ദെൻ ഇന്റർ കണക്ഷൻസ്, നമ്മളും മറ്റുള്ളവരുമായിട്ടുള്ള നമ്മളുടെ അയൽക്കാര്, അല്ലെങ്കിൽ നമ്മുടെ സ്നേഹിതര്, കുട്ടികളാണെങ്കിൽ അവരുടെ സ്നേഹിതര്, ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ വേണ്ടത്ര ആ പരസ്പര ബന്ധത്തെക്കുറിച്ചും അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, സാഹോദര്യത്വത്തെക്കുറിച്ച്, നല്ല കൂട്ടുകെട്ടുകളെ കുറിച്ച് പറയണം. അടുത്തത് ബ്രീത്തിങ് എക്സസൈസ്. ഹൗ എന്നുള്ളതിന്റെ ഒന്നാണ് നമ്മുടെ ബ്രീത്തിങ് എക്സസൈസ്. ഇൻഫോർമൽ ആയിട്ട് തുടങ്ങാം, പക്ഷെ അത് ഫോർമലായിട്ട് പിന്നീട് വരും. ദെൻ ലിസണിങ് ടു ദി നേച്ചർ, അല്ലെങ്കിൽ മ്യൂസിക്, മറ്റതുപോലുള്ളതൊക്കെ നമുക്ക് ലിസൺ ചെയ്യാൻ പറ്റും. ദെൻ മൈൻഡ്ഫുൾ ജേർണലിംഗ്, എങ്ങനെയാണ് നമ്മളുടെ മൈൻഡ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഓരോ ദിവസവും ഡയറി എഴുതാൻ വേണ്ടി, അങ്ങനെ ചില ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട്, അത് നല്ലതാണ്. ദെൻ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റോയ് സാറിന് എൻ്റെ സ്ക്രീനിന്റെ ഇത് കിട്ടിയിട്ടുണ്ടോ? ആരോ ഇത് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. സാറില്ല. ഓക്കെ, ദെൻ ഇന്റൻഷൻ സെറ്റിംഗ്. ഓക്കെ, അത് ഓക്കെ, ഇന്റൻഷൻ സെറ്റിംഗ്. അടുത്തത് സഫാരി, നേച്ചർ മെഡിറ്റേഷനിലേക്ക് പോവുക, അല്ലെങ്കിൽ നേച്ചറുമായിട്ടുള്ള ഇത്. റോയ് സാറേ, അതെ, ഒരു സെക്കൻഡ്. റോയ് സാർ അറിയാതെ ഈ സ്ക്രീനിൽ ഇത് കിട്ടിയിട്ടുണ്ട്, ആക്സസ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് റോയ് സാർ അത് മാറ്റുന്നുണ്ട്. ഓക്കെ, 5 സെൻസ് മെഡിറ്റേഷൻ. ഓക്കെ, ദെൻ സ്റ്റാർട്ട് വിത്ത് ടീച്ചേഴ്സ്. ഓക്കെ, അടുത്തത് ഹൗ ടു ബ്രിങ് മൈൻഡ്ഫുൾനെസ് ഇൻ ടു സ്കൂൾ, എങ്ങനെയാണ് സ്കൂളിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതിൻ്റെയാണ്. ടീച്ചേഴ്സിനെ ആദ്യമായിട്ട് ഫോർമൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ അവരുടെ ടീച്ചേഴ്സ് ട്രെയിനിങ് കാലത്ത് അവർക്ക് മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ കൊടുക്കുക, അവർ തന്നെ ചെയ്യുക. അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം സ്കൂളിൽ കൊണ്ടുവന്ന് വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടി. സോ ദ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഈസ്, വേണമെങ്കിൽ നമുക്ക് പറയാം, സ്റ്റാർട്ട് വിത്ത് ടീച്ചേഴ്സ്. ദെൻ അണ്ടർസ്റ്റാൻഡ് ദ സയൻസ് ഓഫ് വാട്ട് ഈസ് ആക്ച്വലി ദി സയൻസ് ഓഫ് മൈൻഡ്ഫുൾനെസ് എന്നുള്ളത് അവർ പഠിക്കുന്ന BEdന്റെ അല്ലെങ്കിൽ മറ്റതുപോലുള്ള ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന്റെ കരിക്കുലത്തിൽ ചെയ്യുക. എൻഗേജ് ഫാക്കൽറ്റി ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് പേരൻസ്. ദെൻ അടുത്തത് ഫാക്കൽറ്റികൾ, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ, സ്കൂളിലുള്ള അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നവർ, അതുപോലെ തന്നെ പേരൻസിനും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള, അല്ലെങ്കിൽ അത് ഫോർമലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ദെൻ ലുക്ക് ഫോർ ഡെവലപ്മെന്റലി അപ്രോപ്രിയേറ്റ് പ്രാക്ടീസ്, അതുപോലെ തന്നെ അവരത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചും, അതുപോലെ തന്നെ ഒരു എല്ലാവരുടെയും കൂടിയിട്ടുള്ള ഒരു സംഘാതമായിട്ടുള്ള ഒരു പ്രവർത്തനം, അല്ലെങ്കിൽ അവരെല്ലാവരെയും അത് കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നോക്കുക. ദെൻ ഹൗ എന്നുള്ളതിനാണ്. ന്യൂറോ സയൻസിനെ കുറിച്ചുള്ളത് വേണം, പെഡഗോഗി ആൻഡ് ദെൻ സൈക്കോളജി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ പാഠ്യപദ്ധതികളിൽ. അടുത്തത് എൻഷുവർ ദാറ്റ് സപ്പോർട്ട് ടോപ്പ് ടു ഡൗൺ, അതായത് എല്ലാവരിലും, കുട്ടികളിലും മാതാപിതാക്കളിലും ടീച്ചേഴ്സിലും അത് വരിക. മൈൻഡ്ഫുൾനെസ് കരിക്കുലം ബേസ്ഡ് ടീച്ചിങ്, അതായത് അടുത്തത് മൈൻഡ്ഫുൾനെസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്
എന്താണ് മൈൻഡ്ഫുൾനെസ് കരിക്കുലം അത് കൂടുതൽ ഉണ്ടാക്കുക. ഓരോ ക്ലാസ്സിലെയും അല്ലെങ്കിൽ ഓരോ വർഷത്തിലും എങ്ങനെയാണ് ആ ക്ലാസ് പാഠ്യപദ്ധതിയിൽ മൈൻഡ്ഫുൾനെസ് ഇൻക്ലൂഡ് ചെയ്യുന്നതിനെ പറ്റി വിദഗ്ധരായിട്ടുള്ള ആളുകൾ നോക്കുക. ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് ഷുഡ് ഹാവ് ട്രെയിനിങ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അവരുടെ പഠിപ്പിക്കുന്നതിനകത്ത് പ്രൊഫഷണൽ ആയിട്ടുള്ള മൈൻഡ്ഫുൾനെസ് ഇൻസ്ട്രക്ടേഴ്സ് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കൗൺസിലേഴ്സ് അങ്ങനെയുള്ളവർ വേണം. അതുപോലെ അധ്യാപകര് തീർച്ചയായിട്ടും അത് പഠിച്ചിരിക്കണം. ദെൻ ടീച്ചേഴ്സ് ഷുഡ് ഓൾസോ ഷുഡ് ഷോ ഫുൾ സപ്പോർട്ട്. അധ്യാപകർക്ക് തീർച്ചയായിട്ടും ആ മൈൻഡ്ഫുൾനെസ്സിന്റെ അതിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ എടുക്കാൻ സാധിക്കും. ഞാൻ പറയുന്നത് മൈൻഡ്ഫുൾനെസ് ടീച്ചിങ്ങിനെ കുറിച്ചല്ല, ഹൗ ടു ടീച്ച് മൈൻഡ്ഫുള്ളി എന്നുള്ളതാണ്. എ മൈൻഡ്ഫുൾ സ്കൂൾ എന്നുള്ളതിനെ കുറിച്ച് അവർ കൂടുതൽ ഇൻവോൾവ് ചെയ്യുക. ദി മൈൻഡ്ഫുൾ പ്രോഗ്രാം ടു എൻകറേജ് ദെയർ സ്റ്റുഡൻസ്. അത് ടീച്ചേഴ്സിന് തന്നെ അത് ചെയ്യാൻ പറ്റും. അങ്ങനെ ആകുമ്പോഴേക്കും കുട്ടികളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ വളരെ കുറഞ്ഞിരിക്കും. ദെൻ പേരൻസ് ഷുഡ് ബി ഇൻവോൾവ്. മൈൻഡ്ഫുൾനെസ് സ്കൂളിന്റെ ഒരു വേറൊരു അടുത്തത് ഇതാണ്, പേരൻസ് ഷുഡ് ബി ഇൻവോൾവ്. പേരൻസും അത് ഇതിനകത്ത് ഈ പ്രോഗ്രാമിൽ അവരെ കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്യണം. ആൻഡ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് അറ്റ് ഹോം. പേരൻസ് ഓൾസോ ഷുഡ്. അവർക്ക് അത് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്കറിയാമല്ലോ, പേരൻസ് അല്ലല്ലോ ഹോംവർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് എന്നുള്ളതുപോലെ മാത്സും സോഷ്യൽ സ്റ്റഡീസും സയൻസും കെമിസ്ട്രി ഇതെല്ലാം ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ തന്നെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് ഇതിനെക്കുറിച്ച് മാതാപിതാക്കൾ അതിനെ ഒന്ന് നോക്കി അല്ലെങ്കിൽ അവരെ അതിനെ എൻകറേജ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ദെൻ അടുത്തത് പ്രൊവൈഡ് ടീച്ചേഴ്സ് വിത്ത് ഡെഡിക്കേറ്റഡ് ടൈം. അധ്യാപകർക്ക് വേണമെങ്കിൽ അത് കൂടുതൽ സമയം പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള അവസരം സ്കൂൾ അധികൃതർ അതിന് കൊടുക്കുക. ഇപ്പം ചില കമ്പനികളുണ്ട്, പ്രത്യേകിച്ച് യൂറോപ്യൻ, ഇന്ത്യയിലും കാണുമായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ, ജപ്പാനിലുണ്ട്, അതുപോലെ തന്നെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഉണ്ട്. ഒരു 30 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യണമെന്നുള്ള നിർബന്ധമായിട്ടുള്ള ചില കമ്പനികളുണ്ട്. വരുന്ന എംപ്ലോയീസ് അവർക്ക് ആദ്യത്തെ ആയിരിക്കും, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഉച്ചയ്ക്കോ ഏതെങ്കിലും സമയത്ത് ബ്രേക്ക് കൊടുത്ത് ആ മെഡിറ്റേഷൻ ടൈം ഉണ്ട് അവർക്ക്. ചില കമ്പനികളിൽ ഇപ്പോൾ അത് ഇൻട്രൊഡ്യൂസ്, വലിയ കോർപ്പറേറ്റ് കമ്പനികളിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം എ ഡെഡിക്കേറ്റഡ് ടൈം, അതിനു വേണ്ടിയിട്ട് സമയം നീക്കി വയ്ക്കുക. അതുപോലെ തന്നെ കൂടുതൽ അറ്റൻഷൻ ആൻഡ് ലിസണിങ് ആൻഡ് വാച്ചിങ്, അത് പഠിപ്പിക്കുക. അറ്റൻഷനോട് കൂടി എങ്ങനെ ശ്രദ്ധിക്കാം, അതുപോലെ തന്നെ കാര്യങ്ങൾ എങ്ങനെ വാച്ച് ചെയ്യാം, അതുപോലെ ലിസൺ ചെയ്യുന്ന എങ്ങനെയാണ്, മൈൻഡ്ഫുൾ ലിസണിങ്, മൈൻഡ്ഫുൾ സ്പീക്കിംഗ്, ഇങ്ങനെയുള്ളത് ചെയ്യാം. ദെൻ ഇന്റൻഷൻ, പർപ്പസ്ഫുള്ളി ഇൻക്രീസ് എക്സ്പീരിയൻസസ്, എങ്ങനെയാണത് കൂടുതലായിട്ട് ഇന്റൻഷണൽ ആയിട്ട് ചെയ്യാൻ സാധിക്കുക. ദെൻ പ്രസൻസ്, ഹിയർ ആൻഡ് നൗ, എങ്ങനെയാണ് ഈ മൊമെന്റിൽ ഇവിടെ വളരുന്നത് എന്നുള്ളതിനെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ അധ്യാപകർക്ക് സാധിക്കണം. അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് സാധിക്കണം. മൈൻഡ്ഫുൾ സ്കൂൾ എന്ന് പറയുന്നത് അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള മാത്രം ബന്ധമല്ല, അധ്യാപകരും മാതാപിതാക്കളുടെയും ഇൻവോൾവ്മെന്റ്, ഫുൾ ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് വേണം. ദെൻ അടുത്തത് ഓപ്പൺനെസ്, ഒബ്ജക്റ്റീവ് ആൻഡ് നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് നമ്മളുടെ ജീവിതത്തിലെ അനുഭവങ്ങളെ എങ്ങനെയാണ് വിധിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളെ, ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളും വിദ്യാർത്ഥികളെ പഠിപ്പിക്കണം. അടുത്തത് നമ്മളുടെ ഹ്യൂമൻ വാല്യൂസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കമ്പാഷൻ. ഹാർട്ട്ഫുൾനെസ് പ്രാക്ടീസ് കൾട്ടിവേറ്റ് കമ്പാഷൻ ടുവേർഡ് അവർ സ്റ്റുഡൻസ് ആൻഡ് അവർ സെൽസ്. അത് അധ്യാപകരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അധ്യാപകർക്ക് കൂടുതൽ കമ്പാഷൻ ഉണ്ടായിരിക്കണം വിദ്യാർത്ഥികളോട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളോടും അധ്യാപകർ, അവരും തമ്മിലുള്ള ആ ബന്ധത്തിൽ ഒന്നാമത്തെ കമ്പാഷൻ വിദ്യാർത്ഥികളോട് പറഞ്ഞു കൊടുക്കുക, എങ്ങനെയാണ് കമ്പാഷനേറ്റ് ടു അതേഴ്സ്. അതുപോലെ തന്നെ ആ വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലുള്ള ബന്ധങ്ങളിലും കൂടുതൽ കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ബന്ധം സ്കൂളിൽ ഉണ്ടാകുകയാണെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങൾ സ്കൂളിൽ ഉണ്ടാകുന്ന ആ പ്രശ്നങ്ങൾ തീർക്കാൻ സാധിക്കും. Then understanding with mindfulness practice, we can learn to look more deeply into ourselves and students. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നുള്ള മുൻവിധികൾ ഇല്ലാതെ ചെയ്യാൻ പറ്റും. ഈ മുൻവിധികൾ എന്ന് പറയുമ്പോഴേക്കും അവൻ പഠിക്കും, അവൻ അല്ലെങ്കിൽ അവൾ മിടുക്കിയാണ്, അത് വെച്ചായിരിക്കും. ഓരോ വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ളതുണ്ട്, അത് ഇവിടെയും ഉണ്ട്. ഒത്തിരി പ്രിജുഡീസസ് ഉണ്ട്. അത് ഒരുപക്ഷെ റേഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാകാം, അതല്ലെങ്കിൽ മറ്റതുപോലെയുള്ള ഒത്തിരി ഇതുണ്ട്. അനുഭവിക്കുന്ന പ്രത്യേകിച്ച് കുടിയേറ്റക്കാരായിട്ടുള്ള ആളുകളുടെ മക്കൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അനുഭവിക്കുന്നുണ്ട്. ജാതീയമായിട്ടുള്ള പ്രത്യേകിച്ച് അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ
റേഷ്യൽ ആയിട്ടുള്ള ഈ പ്രിജുഡീസുകളൊക്കെ ഇവിടെ ഒത്തിരി ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇതിനെ അതില്ലാത്ത ഒരു അവസ്ഥ അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഫീൽ ചെയ്യും. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അധ്യാപകർ കൂടുതൽ വിശാലമായ മനസ്ഥിതിയുള്ളവരും പെട്ടെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തീരുമാനം എന്ന് പറഞ്ഞാൽ നോൺ ജഡ്ജ്മെന്റൽ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ജഡ്ജ്മെന്റിലായിട്ട് എല്ലാ കാര്യങ്ങളെ കുറിച്ചും പറയാതിരിക്കുന്നവരായിരിക്കണം. Then boundaries with mindfulness can give ever greater awareness how the world affects us and how we can affect the world. നമ്മളുടെ ആ ബൗണ്ടറീസ് ഒന്ന് മനസ്സിലാക്കണം. നമ്മളുടെ പെരുമാറ്റങ്ങൾ, നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ ആ ഡിസിഷൻസ്, നമ്മളുടെ ആറ്റിറ്റ്യൂഡ്സ്, ഇതെല്ലാം ലോകത്തെയും അതുപോലെ നമ്മളെയും തമ്മിലുള്ള ആ ബന്ധങ്ങൾ എന്തുമാത്രം വഷളാക്കുന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള അവയർനെസ് അധ്യാപകരിൽ പ്രത്യേകിച്ച് അത് വളർത്തണം. എങ്കിൽ മാത്രമേ ഒരു മൈൻഡ്ഫുൾ ക്ലാസ് റൂം ഉണ്ടാകുള്ളൂ, ഒരു മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു സ്കൂള്, അതുപോലെ തന്നെ ശാന്തമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതി ഉണ്ടാകുള്ളൂ. ദെൻ ഒതന്റിസിറ്റി എന്ന് പറയുമ്പോഴേക്കും അധ്യാപകർ ഇൻസ്പയറിങ് ആയിരിക്കണം. അതുപോലെ തന്നെ അവരിൽ തന്നെ ശാന്തതയും ഉള്ളവരായിരിക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു മാതാപിതാക്കൾ വളരെ റോൾ മോഡൽ ആയിട്ട് വരണമെന്ന്. ഇതിന്റെ തന്നെ ഒരു ഭാഗമാണ് അധ്യാപകർ എന്ന് പറയുന്നത്. ഒരു 40-45 വർഷം മുമ്പ് ഞാൻ കുറച്ചു കാലം കട്ടപ്പന ഉണ്ടായിരുന്നു. ഞാൻ ഒരു ചെറിയൊരു അനുഭവം കൂടി ഞാൻ പറയാം. അന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ടൗണിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ വെറുതെ എന്തെങ്കിലും ഷോപ്പിങ്ങിന് എന്തെങ്കിലുമൊക്കെ പോകുന്ന സമയത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അധ്യാപകരും അന്ന് കലാലയ രാഷ്ട്രീയം വളരെ കൂടുതലായിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോഴുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. അവർ സാധാരണ ഈ ഒരേ കോളേജിൽ അല്ലെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളും അധ്യാപകരും രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി വൈകുന്നേരങ്ങളിൽ അവിടെ മീറ്റിംഗ് കൂടാനും അവരിതിനും ഒക്കെ ആയിട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം തീർച്ചയായിട്ടും നമ്മുടെ സ്കൂളുകളിൽ ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് ഒട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഒതന്റിസിറ്റി, മോർ ഇൻസ്പയറിങ്, അതുപോലെ റോൾ മോഡൽ ആയിട്ട് വരണം. അതുപോലെ തന്നെ ആ അധ്യാപകര് വിദ്യാർത്ഥികളുമായിട്ടുള്ള ഇങ്ങനെയുള്ള രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങള്, ചേരിതിരിവുകള്, സാമൂഹ്യമായിട്ടുള്ള ചേരിതിരിവുകളൊന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അത് മൈൻഡ്ഫുൾ സ്കൂളിങ്ങിന്റെ ഒരിക്കലും ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. ദെൻ അടുത്തത് മൈൻഡ്ഫുൾ മോർണിംഗ്സ് എന്ന് പറയും. അതായത് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സ്കൂളിൽ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് വേണമെങ്കിൽ സ്കൂളിലുള്ള അധികൃതർക്ക് വേണമെങ്കിൽ ആദ്യത്തെ ക്ലാസ് അല്ലെങ്കിൽ ആദ്യത്തെ അവറിൽ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ അവർക്ക് വേണമെങ്കിൽ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മൈൻഡ്ഫുൾ സ്കൂളിന്റെ ഒരു ഭാഗമായിട്ട് വെക്കുക. ഷെഡ്യൂളിംഗ് മൈൻഡ്ഫുൾ മൊമെന്റ്സ്, ഇടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഓരോ ക്ലാസ് അവസാനിക്കുമ്പോൾ വേണമെങ്കിൽ 5 മിനിറ്റ് കുട്ടികളെ കൊണ്ട് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. അതല്ലെങ്കിൽ സ്കൂളിന്റെ ആ ടൈം ടേബിളിൽ ഇത് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള അറിവും അതുപോലെ തന്നെ ആ ടൈം നീക്കി വെക്കാൻ വേണ്ടി സ്കൂൾ അധികൃതരും അധ്യാപകരും അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പീസ് കോർണർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. പീസ് കോർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ ദ ഡേ ബിഗിൻസ് റിമെമ്പർ ടു ഡു ദി മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ്. അതായത് ആ ഒരു പീസ് കോർണർ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഏതെങ്കിലും ഒരു കോർണറിൽ പോവുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ റിമൈൻഡേഴ്സ് നമുക്ക് വേണം. അല്ലെങ്കിൽ അത് പ്രത്യേകിച്ച് രാവിലെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എല്ലാവരും തന്നെ ഒരു കൂട്ടായിട്ട്, അതായത് വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുമിച്ചിരുന്ന് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യണം. അത് ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കണം. അതിപ്പം ക്ലാസ് റൂം വേണമെങ്കിൽ ഐഡിയലായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹാളിൽ വേണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ ഒരു കോർണർ അല്ലെങ്കിൽ ഒരു സ്ഥലം തന്നെ കണ്ടുപിടിക്കുക. ഇത് കൃത്യമായി അങ്ങനെയുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഓരോ ക്ലാസ് റൂമിൽ ചെയ്യാൻ പറ്റും. യൂസിങ് മൈൻഡ്ഫുൾനെസ് ലാംഗ്വേജ്, അതായത് കുറച്ച് ടെർമിനോളജികൾ അല്ലെങ്കിൽ കുറച്ചൊക്കെ ഈ വാക്കുകൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക. ഉദാഹരണമായിട്ട് മൈൻഡ്ഫുൾ ബ്രത്ത്, വാട്ട് ഇറ്റ് ഈസ്, മൈൻഡ്ഫുൾ ബോഡി അല്ലെങ്കിൽ ബോഡി അവയർനെസ്, അല്ലെങ്കിൽ മൈൻഡ്ഫുൾ വാക്കിംഗ്, ഹാർട്ട്ഫുൾനെസ്, ബിഫ്രണ്ടിങ് ഇമോഷൻസ്, ഇങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ ലിസണിങ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഈ വാക്കുകളൊക്കെ അവർക്ക് സാവധാനം പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാകും. ഇപ്പം നമ്മൾ തമ്മിലുള്ള ഇത്രയും ക്ലാസ്സുകൾ എടുത്തപ്പോഴേക്കും അറിയാൻ പറ്റും മൈൻഡ്ഫുൾ ബ്രീത്തിങ് എന്താണെന്ന് പഠിച്ചു, അല്ലെങ്കിൽ മൈൻഡ്ഫുൾ ബോഡി അവയർനെസ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അത് മനസ്സിലാക്കാനുള്ള ഇതുണ്ടാകും. മേക്കിംഗ് എഗ്രിമെന്റ്സ്, അടുത്തത് ക്രിയേറ്റ് ഷെയർഡ് ഗ്രൂപ്പ് എഗ്രിമെന്റ്സ്. യു ക്യാൻ ബിഗിൻ ഐഡന്റിഫൈങ് കോമൺ വാല്യൂസ് സച്ച് ആസ് സേഫ്റ്റി. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച്
റെസ്പെക്ട്, ഫെയർനെസ് ആൻഡ് ഫൺ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു ക്ലാസ് അല്ലെങ്കിൽ അതുപോലെയുള്ള എഗ്രിമെന്റ്സ്, കൂടുതൽ അവയർനെസ് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ അധികൃതർ അല്ലെങ്കിൽ അധ്യാപകർ നോക്കണം. മൈൻഡ്ഫുൾനെസ് മസ്റ്റ് ബി ഓപ്ഷണൽ. അതായത് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഒരു കമ്പൽസറി സബ്ജക്റ്റ് ആകരുത്. പക്ഷെ അത് കുട്ടിക്കാലത്ത് ഇവരിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർ തന്നെത്താൻ അവർ പരിശീലിക്കും. കാരണം സന്തോഷത്തോടു കൂടി പരിശീലിക്കും. കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു ഹൈസ്കൂൾ ലെവലിലേക്കൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ആക്കി മാറ്റാം. പക്ഷെ അവർ സന്തോഷത്തോടു കൂടി അത് ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കണം. ഒരിക്കലും അത് മാൻഡേറ്ററി ആയിട്ട് ചെയ്യരുത്. ഓപ്പൺ ടു ഓൾ, ആ രീതിയിൽ വരണം. സ്യൂട്ടബിൾ ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ്സ്, അതുപോലെ ഓരോ ഏജ് ഗ്രൂപ്പിനും വ്യത്യാസപ്പെട്ടതായിരിക്കണം. വളരെ കൊച്ചു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് ഉണ്ട്. അത് ഇവിടെ വെസ്റ്റേൺ കൺട്രീസിലുണ്ട്. മൈൻഡ്ഫുൾനെസ് സിലബസിനകത്ത് എങ്ങനെയാണ്, അല്ലാതെ വെറുതെ ഇപ്പം നമ്മളൊക്കെ ചെയ്യുന്ന പോലെയുള്ള ഒബ്സർവ് യുവർ ബ്രെത്ത്, ഒബ്സർവ് യുവർ സറൗണ്ടിങ്സ്, അങ്ങനെയല്ല കൊച്ചു കുട്ടികൾ ചെയ്യുന്നത്. അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള സിലബസ് ഉണ്ട്. ആ രീതിയിൽ അത് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്ന രീതിയിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇന്റഗ്രേറ്റ് മൈൻഡ്ഫുൾനെസ് വിത്ത് ലെസൺസ്, ആ ക്ലാസിന്റെ സ്കൂളിന്റെ സിലബസിൽ അല്ലെങ്കിൽ അതിലേക്ക് വരിക, മൈൻഡ്ഫുൾനെസ് ഇന്റഗ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ സിലബസിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുക. ഇങ്ങനെയെല്ലാമാണ് നമുക്ക് മൈൻഡ്ഫുൾനെസ് സ്കൂളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. അവസാനത്തേത് ബെനിഫിറ്റ്സ് എന്തെല്ലാം ഉണ്ടാകും? അറ്റൻഷൻ ആൻഡ് ഫോക്കസ്, കൂടുതൽ അറ്റൻഷനും ഫോക്കസും ഉണ്ടാകും. അത് നമുക്കറിയാം. നമ്മൾ ശ്രദ്ധിക്കുന്നത്, നമ്മളുടെ ശ്രദ്ധ പതറിപ്പോകാതിരിക്കാൻ വേണ്ടി എപ്പോഴും തീർച്ചയായിട്ടും ധ്യാനിക്കുന്ന അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന വീട്ടിലും അതുപോലെ തന്നെ മാതാപിതാക്കളിലും തീർച്ചയായിട്ടും അത് കൂടുതൽ ഫോക്കസ് അത് ഉണ്ടാകും. അങ്ങനെയുള്ള കുട്ടികൾക്ക് കൂടുതൽ പഠന കാര്യങ്ങളിൽ കൂടുതൽ സമർത്ഥരായിരിക്കും. അടുത്തത് ബെറ്റർ ഗ്രേഡ്സ്. സ്കൂളിൽ നല്ല ഗ്രേഡ് കിട്ടാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി അത് ശ്രദ്ധിക്കും. കാരണം അവരുടെ ശ്രദ്ധ കൂടുതൽ ഉണ്ടാകും. അതുപോലെ തന്നെ വൈകാരികമായിട്ടുള്ളത് അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് അവർ പോവുകയില്ല. അതുകൊണ്ട് അവർക്ക് കൂടുതൽ പഠനത്തിൽ ശ്രദ്ധിക്കാൻ സാധിക്കും. മോർ എഫക്റ്റീവ് ഇമോഷൻ റെഗുലേഷൻ, ഇമോഷണൽ ഇന്റലിജൻസ് അതിലേക്ക് കൂടുതൽ വരും. അവർക്ക് തന്നെ അവരുടെ ആ വൈകാരികമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ഒത്തിരി ഡിസ്റ്റർബൻസ് ഇല്ലാതെ പോകാൻ അവർക്ക് സാധിക്കും. ബെറ്റർ ബിഹേവിയർ ഇൻ ദ സ്കൂൾ, അതാണ് ആദ്യം പറഞ്ഞ 64% സ്കൂളിലെ പ്രശ്നങ്ങൾ, അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള പ്രശ്നങ്ങൾ, ആ സ്ട്രെസ് അല്ലെങ്കിൽ ആ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മൈൻഡ്ഫുൾനെസ് സഹായിക്കും. ദെൻ ഗ്രേറ്റർ എംപതി ആൻഡ് പെർസ്പെക്റ്റീവ്, അത് നമുക്ക് പെർസ്പെക്റ്റീവ് ടേക്കിംഗ്, അതായത് എംപതി അല്ലെങ്കിൽ കമ്പാഷൻ എല്ലാ മനുഷ്യരിലും എല്ലാ വിദ്യാർത്ഥികളിലും ഉണ്ടാകും. അത് മനുഷ്യരാശിക്ക് തന്നെ വലിയ ഒരു സംഭാവനയായിട്ട് മാറും. ദെൻ ബെറ്റർ സോഷ്യൽ സ്കിൽസ്, സാമൂഹ്യമായിട്ടുള്ള ബന്ധങ്ങൾ നന്നായിട്ടുണ്ടാകും. ദെൻ റെഡ്യൂസ്ഡ് ടെസ്റ്റ് ആങ്സൈറ്റി, പരീക്ഷയെക്കുറിച്ചുള്ള അതുപോലുള്ള വേവലാതികൾ ഉണ്ടാകിയല്ല. ആങ്സൈറ്റി അല്ലെങ്കിൽ പാനിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരികയില്ല. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും മൈൻഡ്ഫുൾനെസ് വരും. ലെസ് സ്ട്രെസ് ഇൻ ഡേ ടു ഡേ ലൈഫ്. ദെൻ ഡിക്രീസ്ഡ് ഫ്രീക്വൻസി ഓർ സിവിറിറ്റി ഓഫ് പോസ്റ്റ് ട്രോമാറ്റിക് സിംറ്റംസ്. സ്കൂൾ വിദ്യാഭ്യാസം ചിലരെ സംബന്ധിച്ച് വലിയൊരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. അങ്ങനെയുള്ള കുട്ടികളെ നിങ്ങൾക്കറിയാം, എനിക്കറിയാം. ഞാൻ പറഞ്ഞ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ഹ്യൂമിലിയേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോർണർ ചെയ്ത് അധ്യാപകർ ബുദ്ധിമുട്ടിച്ചത് കൊണ്ട് അവരോടുള്ള ആ വേദന അല്ലെങ്കിൽ വിഷമം അല്ലെങ്കിൽ വിദ്യാഭ്യാസം നിർത്തിപ്പോയിട്ടുള്ള ആളുകൾ ഉണ്ടാകും. ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ കുറയും. ദെൻ ലോവർ റേറ്റ്സ് സെവിരിറ്റി ഓഫ് ഡിപ്രഷൻ, സ്കൂൾ വിദ്യാഭ്യാസ കാലത്തും അതുപോലെ തന്നെ അവരുടെ പിന്നീടുള്ള കാലത്തും ആ ഡിപ്രഷൻ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കും. റെഡ്യൂസിങ് ദെയർ ആങ്സൈറ്റി, ദെൻ ഹെൽപ്പിംഗ് ദം റെഡ്യൂസ് ആൻഡ് മാനേജ് ദെയർ സ്ട്രെസ്, അത് കുറയ്ക്കാൻ സാധിക്കും. ഇംപ്രൂവിങ് ദെയർ അറ്റൻഷൻ ആൻഡ് എബിലിറ്റി ടു ഫോക്കസ്, കൂടുതൽ മാനേജിങ് ദെയർ ഇമോഷണൽ റിയാക്ടിവിറ്റി, ഇൻക്രീസിങ് ദെയർ സെൽഫ് അവെയർനെസ് ആൻഡ് സെൽഫ് റെഗുലേഷൻ ആൻഡ് ഹെൽപ്പിംഗ് ദം ടു ഫൈൻഡ് പീസ്, ഒരു ശാന്തത അല്ലെങ്കിൽ ശാന്തി അല്ലെങ്കിൽ സമാധാനം ജീവിതത്തിൽ ഡേ ടു ഡേ ലൈഫിൽ അവർക്ക് കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, താങ്ക് യു. ആൻഡ് ഓക്കെ, താങ്ക് യു സർ. തീർച്ചയായിട്ടും സ്കൂളിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷന്റെ തലത്തിൽ മൈൻഡ്ഫുൾനെസ് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന അതിമനോഹരമായ പ്രത്യേകതകളെ കുറിച്ചാണ്, ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചാണ് സാർ പറഞ്ഞത്. കൃത്യമായി ഓരോ വിഷയങ്ങളും എന്തെങ്കിലും ആഡ് ചെയ്യാനോ എന്തെങ്കിലും സംശയങ്ങളായിട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. അല്ലെങ്കിൽ അതിനുശേഷമുള്ള നമ്മുടെ മെഡിറ്റേഷൻ പാർട്ടിലേക്ക് പോകാം. എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ പറയും.
സർ. അപ്പോൾ പ്രത്യേകിച്ചൊന്നും ചിന്തിക്കാനില്ല. വളരെയധികം ഇൻഫർമേഷൻസ് ആണ് സാറ് ഞങ്ങൾക്ക് നൽകിയത്. തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് വളരെ വിശദമായിട്ട് തന്നെ ഒന്നും തന്നെ ചോദിക്കാനില്ല. കാരണം സാർ റിപ്പീറ്റ് ചെയ്ത് ഓരോ പോയിന്റ്സും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതുകൊണ്ട് കുറച്ചുകൂടി ഞങ്ങൾ മനസ്സിലാക്കും. അത് പതിഞ്ഞിട്ടുണ്ട്. അതിന് പ്രത്യേകമായിട്ടുള്ള സാർ നന്ദി പറഞ്ഞു. സംശയമൊന്നുമില്ല. താങ്ക് യു സാർ. ഓക്കെ, വേറെ സാറേ നമസ്കാരം. നമസ്കാരം. സാറ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. താങ്ക് യു സാർ. അതായത് ഇതിപ്പോ ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും മാത്രമല്ല, കുടുംബത്തിനും സമൂഹത്തിനും അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നുള്ളതാണ്. എവിടെ എത്തിക്കഴിഞ്ഞാലും അങ്ങനെയുള്ള കുട്ടികൾ നല്ല രീതിയിലേ പെരുമാറുള്ളൂ. അങ്ങനെയുണ്ട്. അതുപോലെ ഞാൻ മോള് UK ആയതുകൊണ്ട് 4-5 പ്രാവശ്യം അവിടെ പോയിരുന്നു സാറേ. സാറ് പറഞ്ഞില്ലേ കുട്ടികൾക്ക് ബേർഡനാണ് ഈ സഞ്ചിയിൽ ബുക്ക് നിറച്ചുകൊണ്ടുവന്നത് ബേർഡനാണ്. അവിടെ LKG കഴിഞ്ഞിട്ട് പിന്നെ UKG ഇല്ല, നേരെ ഫസ്റ്റ് സ്റ്റാൻഡേർഡാണ്. അപ്പൊ അവിടെ ഞാൻ പോയ സമയത്തെല്ലാം കണ്ടത്. അപ്പൊ മോളോട് ഞാൻ പല പ്രാവശ്യം 1-2 പ്രാവശ്യം ചോദിച്ചു, അല്ല ഇവര് സ്കൂളിൽ പോകുന്നതല്ലേ, ഇവർക്ക് ബുക്ക് വേണ്ടേന്ന്, പുസ്തകം വേണ്ടേന്ന്. അപ്പൊ പറഞ്ഞില്ല, ഇവർക്ക് പുസ്തകം വേണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒരു വാട്ടർ ബോട്ടിലും എന്തെങ്കിലും കഴിക്കാനുള്ള സ്നാക്സ് അങ്ങനെ വേണ്ടു. പുസ്തകം മുഴുവനും ടീച്ചേഴ്സിന്റെ കയ്യിലാണ്. അപ്പം ടീച്ചേഴ്സിന്റെ കയ്യിലാണ്. ഇത് അവസാനം 1 വർഷം കഴിയുമ്പം പാരന്റ്സിനെ അങ്ങോട്ട് വിളിക്കുകയാണ്. അങ്ങോട്ട് വിളിച്ചിട്ട് അതിൽ മുഴുവൻ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ഈ കുട്ടീന്റെ ഓരോ സബ്ജക്റ്റിലുള്ള പഠനം. അതുകൂടാതെ ഇവന്റെ ബിഹേവിയർ എങ്ങനെയാണെന്നും അതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പം ചില സമയത്തെല്ലാം കുട്ടികള് ഈ ഷർട്ടില് സ്റ്റാർ ഇങ്ങനത്തെ എന്തെല്ലാം വെച്ചിട്ട് വരും. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്കൂളിൽ എത്തിക്കഴിയുമ്പോൾ അവര് കാണിച്ചിട്ടുള്ള നല്ല പ്രവർത്തികൾ, ഇപ്പൊ ടീച്ചേഴ്സിന്റെ അടുത്ത് പുസ്തകം എടുക്കുമ്പോൾ പുസ്തകം അങ്ങനെ താഴെ വീടും, ആ കുട്ടി വേഗം എടുത്തു കൊടുത്തു. അതുപോലെ കുട്ടികളെ എന്തെങ്കിലും തരത്തിൽ ഹെൽപ്പ് ചെയ്തു, അന്നേരം ഒരു സ്റ്റാർ. അങ്ങനെ കുട്ടികൾക്ക് 2-3 സ്റ്റാർ ഉണ്ടാവും. അങ്ങനെ നല്ല രീതിയിലുള്ള പഠനമാണ് ഞാൻ അവിടെ കണ്ടിട്ടുള്ളത്. പിന്നെ 1 ഡേ ടൂർ പോകണം എന്ന് പറയുമ്പോൾ ഒരു ദിവസം ടൂർ എവിടത്തേക്കാന്ന് ചോദിക്കുമ്പോ പറഞ്ഞ അത് പിന്നെ പശുക്കളെല്ലാം ഇതാക്കിയിട്ട് അവിടെ കാണിച്ചിട്ട് അവർക്ക് പുല്ല് കൊടുക്കുക, അവരെ ചാണകം വാരിക്കുക, ഇങ്ങനെ പ്രവൃത്തികളാണ്. അപ്പൊ ഒരുപാട് നല്ല കാര്യം. അതിൽ തന്നെ ഇപ്പം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് കുട്ടികളെ അടിക്കാൻ പാടില്ലല്ലോ സാർ, അവിടെ അങ്ങനെയാണല്ലോ. അപ്പൊ മോളുടെ വീടിന്റെ അടുത്തുള്ള വീട്ടിലെ ഒരു സ്ത്രീ ഒരു ദിവസം ഭയങ്കര കരച്ചിലായിരുന്നു മോളോട് പറഞ്ഞിട്ട്. അപ്പൊ പറഞ്ഞു എന്റെ ചെറിയ മോൻ പോയിട്ട് പറഞ്ഞു അടിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ കുട്ടികൾ സ്കൂളിലെത്തിയാൽ കുട്ടികളോട് ചോദിക്കും ആർ യു ഹാപ്പി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഒരു കുട്ടി അവൻ മാത്രം കൈ പൊക്കിയില്ല, ബാക്കി എല്ലാരും കൈ പൊക്കി. അപ്പൊ എന്ത് പ്രശ്നം എന്ന് പറയുമ്പോൾ പറഞ്ഞു അമ്മ അടിച്ചു എന്ന്. അവൻ വെറുതെ പറഞ്ഞതാ സാറേ, അവന്റെ ചേട്ടനുണ്ട് അതേ സ്കൂളില്. അപ്പൊ ഉടനെ പോലീസും കാര്യങ്ങളെല്ലാം വന്നു. പിന്നെ ഇവരെ വീട് പരിശോധനയായി, വടിയുണ്ടോന്ന് പരിശോധനയായി. അവസാനം രക്ഷപ്പെട്ടത് ആ മൂത്ത കുട്ടി മൊഴി നൽകി. ഇവനെ കൊണ്ടുപോയിരുന്നു, കൊണ്ടുപോയിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അവര് തിരിച്ചു കൊടുക്കൂല, പാരന്റ്സിന് കുട്ടീനെ തിരിച്ചു കൊടുക്കൂല. പിന്നെ ഇവർക്ക് ശിക്ഷയുണ്ട്. ആ കുട്ടി ഭാഗ്യത്തിന് പറഞ്ഞു അമ്മ ഒന്നും ചെയ്തിട്ടില്ല, ഇവൻ വെറുതെ പറയാന്ന്. അങ്ങനെ ആ മൊഴിയിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പൊ എല്ലാ തരത്തിലും അങ്ങനെ സാർ. ഒരു പേസ്റ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ കുട്ടികളെ വയസ്സ് 2 മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ആ പേസ്റ്റ്. അപ്പൊ സിനിമ കാണാൻ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് കാണാൻ പറ്റില്ല, ഇത്ര ഹൈറ്റ് ഉള്ള കുട്ടികൾക്ക് അതിൽ പോയിക്കൂടെ. അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട്. താങ്ക് യു സാർ. സാർ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു, ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഓക്കെ, താങ്ക് യു ഷെയറിങ് ഓൾസോ ബ്രിട്ടനിലെ കാര്യങ്ങൾ പറഞ്ഞതിന്. ഇപ്പോൾ നിങ്ങൾക്കറിയാമോ, ഈ ലോകത്തെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത് ഫിൻലാൻഡിലെയാണ്. അവർക്ക് ഹോംവർക്ക് ഒന്നുമില്ല, ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ കുറച്ച് സമയമേ ക്ലാസ് ഉള്ളൂ. ഞാൻ പറഞ്ഞു അത് അത്രയും ഇതാണ്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പൊ ഇതൊക്കെ നമുക്ക് സാധിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ മാതാപിതാക്കളും അധ്യാപകരും കൂടി ഇത് ചെയ്യണം. അവരെ വേണ്ട വിധത്തിൽ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്നതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ആ ട്രാൻസിഷൻ, അവരതുപോലെ തന്നെ അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വളർച്ചയുടെ ആ ഇമ്പോർട്ടൻസ് കൊടുത്ത് തീർച്ചയായിട്ടും ഒരു കരിക്കുലം ഉണ്ടാക്കി അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ കൂടുതൽ കഥകളും മറ്റുള്ള സംഭവങ്ങളൊന്നും പറയാതിരുന്നത് കാരണം സമയമില്ലാത്തത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞു കൂടുതൽ ഈ ക്ലാസ് നീട്ടിക്കൊണ്ട് പോകാൻ കഴിയാത്തത് കൊണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞതേ ഉള്ളൂ. താങ്ക് യു. ഓക്കെ സാർ, നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം അല്ലേ? ഓക്കെ, യാ. സാറേ
കേൾക്കാം. Okay. So we start now. Okay. Please take a comfortable seat. You may sit on a chair or on the floor, whichever is convenient for you. Please remove your glasses if you are wearing one. And you may also make necessary adjustments of your body, your position, your clothes, so that you need not move during the meditation. We may start our meditation by connecting our breath to find our center. So let us take or inhale deeply for a few seconds, filling our whole body with our breath, and then slowly breathe out. Let us take another deep breath, slowly, and then breathe slowly out. Please take another deep breath. And slowly breathe out. This is the time that we are making an agreement with ourselves. This is also a sign that we love ourselves. So let us make a signature of peace and acceptance to this moment. Let our past go, and also let us not think or worry about our future. Past and future are imaginations only. So let us come to the reality of this moment.
A lot of healing is taking place during meditation. So let us try to heal our emotional pain by accepting and recognizing and observing our mental formations or thoughts or feelings that is coming up in our mind now. Just aware of the thoughts or feelings. Can be pleasant or unpleasant. We accept, we recognize. And then slowly return to the gentle, peace-giving awareness of the inhalation and exhalation. Please continue the meditation with the awareness of the breath. Please be aware of the cycle of our breath. That is how it is entering into our body and how the exhalation is taking place through our nostrils. Pure awareness. The healing will take place automatically. We are here in this space to discover our own relationship with our body. So let us be aware of our body. Check whether there is any pain or discomfort in any part of the body. There can be. There can be some pain or discomfort
in some parts of the body, external or internal parts. Let us be aware of that discomfort or pain in this space, in this very moment. Only the awareness is necessary now. Please don't react. And slowly return to the inhalation and exhalation. How do you feel about your body now? Is there any pain or discomfort? Or is it fully relaxed? Check or have a quick scan of our body. If there is some kind of a discomfort, please take 2 or 3 deep breaths, slow, deep breath, and slowly exhale the air. Now, please return to the awareness of the inhalation and exhalation. With the breath steady and full awareness of the body, please repeat the mantra. I am whole and I am healing. I am whole and I am healing. I am whole and I am healing. And slowly
you may return to the awareness of the incoming and outgoing breath. Please spend another 2 minutes by bringing the awareness of your breath, the inhalation and exhalation of the breath. Please stay with the awareness of the breath. Let's come back again to the awareness of the breath, how it is taking place. Then be slowly aware of our body, the awareness of the whole body. And then we become aware of the space where we are sitting, the awareness of the room, the awareness of the chair or the place where you are sitting, and also the awareness of the surroundings. And then slowly open your eyes. The meditation is over now. Okay. Good evening. Good evening. Good evening. Thank you, sir. Thank you. The principal ഇല്ലേ? സാവു സാർ ഇല്ലേ? സാർ ചിലപ്പോൾ ഇച്ചിരി ബിസി ആയിരിക്കും.
മൈക്രോഫോൺ അൺമ്യൂട്ട് ചെയ്തിരിക്കുക, പറഞ്ഞോളൂ. ഓ, എങ്കിൽ ഞാൻ പറയാം. നന്നായിരുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എനിക്ക് ഈ ക്ലാസ്സിനെ വളരെ പ്രധാനമുള്ളതായിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം ഇപ്പൊ ഇതിൻ്റെ അകത്തിരിക്കുന്നവരൊക്കെ ഒരുമാതിരി പ്രായം ചെന്നവരും വിവിധ തുറകളിൽ പല കാലം വർക്ക് ചെയ്തവരുമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് കുട്ടികൾക്ക് ഈ മൈൻഡ്ഫുൾനെസ് എന്നുള്ളത് കുട്ടികളിൽ മുതലാണ് ഉണ്ടാകേണ്ടത്. അതായത് നമ്മൾ ചെയ്യുന്നത് എന്താണ് എന്ന് വളരെ കൃത്യമായ ബോധത്തിൽ ചെയ്യാൻ വളരെ ചെറുപ്പം മുതലേ ഒരു പരിശീലനം ലഭിക്കേണ്ടതുണ്ട്. നമ്മുടെ അതുപോലെ ഈ കേരളം പോലെ ഭാരതം പോലെയുള്ള ഇടങ്ങളിൽ എല്ലാവർക്കും ഒരുപക്ഷെ യൂറോപ്പ് പോലെയോ പലതുപോലെ ഒരുപക്ഷെ സാധിക്കില്ലായിരിക്കാം നിലവിൽ, അല്ലെങ്കിൽ അത് ഗ്രാജുവലി വന്നെത്താവുന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അവിടെ തൊട്ടാണത് തുടങ്ങേണ്ടത്. അങ്ങനെ തുടങ്ങി വരുമ്പോൾ കാര്യങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാകും എന്നുള്ള കാര്യത്തിന് തർക്കമില്ല. അപ്പോൾ സ്കൂൾ ലെവലിലും വീട്ടിലും ഒക്കെ കുട്ടികളിൽ തൊട്ടത് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അങ്ങനെ കുറെ കാലം കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നാടും നല്ല ഇരുത്തം വന്ന മനുഷ്യരുള്ള നാടായി മാറുമെന്നുള്ള പ്രതീക്ഷ വച്ചു പുലർത്താം. ആ അർത്ഥത്തിൽ ഇന്നത്തെ ക്ലാസ്സിനെ വളരെ വളരെ ഗുണകരമായ ഒന്നായി ഞാൻ വിലയിരുത്തുന്നു. താങ്ക് യു. Thank you, sir. Thank you. Yeah. സാറ് പറഞ്ഞോളൂ. സാറ് പറഞ്ഞതുപോലെ ഇന്നത്തെ ഈ പ്രസന്റേഷന് വളരെയധികം പ്രസക്തിയുണ്ട്. ഇന്നത്തെക്കാളും വളരെ പ്രസക്തിയുള്ളതായ വിഷയമാണ്. കാരണം അടുത്ത തലമുറയെ വാർത്തെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ നിലയിലായ്മ പറഞ്ഞിട്ടുണ്ട്, 8 വയസ്സ് മുതലുള്ളതായ കുട്ടികളെ എന്നെ ഏൽപ്പിക്കുക, ഞാൻ അവരെ യോഗ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചുകൊണ്ട്, അതുപോലെ മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഒരു തലമുറ കൊണ്ട് തന്നെ ഈ ലോകത്തെ ഞാൻ മാറ്റിയെടുക്കാൻ സാധിക്കും. ഒരു തലമുറ കൊണ്ട് തന്നെ ലോകത്തിനെ ഞാൻ മാറ്റിയെടുക്കാം. ലോകത്തിൽ സമാധാനം, സന്തോഷവും അതുപോലെ തന്നെ എല്ലാവിധമായിട്ടുള്ള ഐശ്വര്യവും ഉണ്ടാകത്തക്കോണം എല്ലാവിധമായ സ്നേഹവും നിറഞ്ഞതായ ഒരു ലോകത്തെ കെട്ടിപ്പടുക്കാൻ സാധിക്കുന്നു. കുട്ടികളെ നമ്മൾ പരിശീലിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഭാവി തലമുറയെ പരിശീലിപ്പിക്കുക. എന്ന് പറയാൻ സ്പോർട്സ് കാര്യത്തിലൊക്കെ സ്പോർട്സിലൊക്കെ പറയും, അത് ശാരീരികമായ കാര്യത്തിലാണെങ്കിൽ മാനസികമായ കാര്യം അതിനേക്കാൾ പ്രാധാന്യമാണ്. ചെറുപ്പത്തിൽ തന്നെ അവർക്ക് പരിശീലനം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും മാറ്റമുണ്ടാകും. അങ്ങനെ ആരും ചിന്തിക്കാൻ പോലും തുടങ്ങിയിട്ടില്ല. സാറ് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ ആരും ചിന്തിക്കാൻ പോലും തുടങ്ങിയിട്ടില്ല. തീർച്ചയായിട്ടും ആന്റണി സാറ് ഇന്ന് പറഞ്ഞതായ എല്ലാ കാര്യങ്ങളും പ്രസക്തമാണ്. പ്രത്യേകിച്ച് കുട്ടികളെ ചെറുപ്പം മുതലേ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് നല്ല വലിയ സമാധാനവും സന്തോഷവും അതുപോലെ ദിശാബോധവും ഒക്കെ ഉണ്ടാവും. കാരണം ഇപ്പോൾ ഈ ഇമോഷണൽ ക്വോഷ്യന്റ് വളരെ കുറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ കുട്ടികളുടെ EQ വളരെ കുറവാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പെട്ടെന്ന് കാര്യത്തിന് അടിമപ്പെട്ടുകൊണ്ട് പലവിധമായിട്ടുള്ള ദുഷ്കൃത്യങ്ങൾ ചെയ്യുന്നു, അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് ഇമോഷണൽ ക്വോഷ്യന്റ് വളരെ കുറവാണ്. ഇമോഷണൽ ക്വോഷ്യന്റ് വർദ്ധിപ്പിക്കാനായിട്ട് ഈ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ് യോഗയൊക്കെ ഇടയാക്കി തീർക്കും. തീർച്ചയായും നമ്മുടെ അടുത്ത തലമുറയെ തന്നെ പുതിയ ഒരു തലമുറയെ കെട്ടിപ്പടുക്കാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും. തീർച്ചയായിട്ടും വളരെ വളരെ എല്ലാ മേഖലയും ടച്ച് ചെയ്തുകൊണ്ടാണ് സാറ് ഇന്നിവിടെ പറഞ്ഞത്. തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും വളരെ പ്രസക്തമാണ്. പ്രത്യേകിച്ചും ഈ പുതിയ തലമുറ എഡ്യൂക്കേഷന് അത് ദിശാബോധമുള്ള എഡ്യൂക്കേഷനായിട്ട്, വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷനായിട്ട് മാറാനായിട്ട്, അതായത് ദിശാബോധമുള്ള എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇന്റലിജൻസ് മാത്രം പോരാ, ഇമോഷണൽ മെച്യൂരിറ്റി ആവശ്യമാണ്. ഇന്റലിജൻസ് കൂടുതലായിട്ടൊരു കാര്യമില്ല, അതിനേക്കാൾ പുതിയായിട്ട്
ഇമോഷണൽ മെച്യൂരിറ്റി, അതുപോലെ തന്നെ എന്താ പറയുക, ജ്ഞാനം, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ അതിലായിട്ട് ജ്ഞാനം അല്ലെങ്കിൽ അതിന് പറയുന്നത് അത് കൊടുക്കേണ്ടത് ആവശ്യമാണ്. തീർച്ചയായിട്ടും ഞാൻ നല്ലൊരു തുടക്കമാകട്ടെ എന്ന് മാത്രം ആലോചിച്ചു. തുടക്കമാകട്ടെ, ഇത് ഇനിയും തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ബാക്ക് ടു സബസ്. Thank you. സാറേ, ഇനി യോഗ സ്കൂളുകളിൽ സിലബസ് ആയിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ സ്പോർട്സ് യോഗ ഒക്കെ ഉണ്ട്, പ്രാക്ടീസ് ചെയ്യിക്കുന്നുണ്ട്. അപ്പൊ സ്കൂളുകളിൽ സിലബസ് ആയിട്ട് വന്നാൽ കുറച്ചും കൂടി. സോറി ജോർജ് സാർ, ഞാൻ നിർത്തുകയാണ്. അപ്പൊ അങ്ങനെയുണ്ട്. പിന്നെ സാറ് പറഞ്ഞ ഒരു പോയിന്റും കൂടി ഞാൻ പറഞ്ഞോണ്ട്, സാറ് പറഞ്ഞില്ലേ കമ്പനികളില് ഇത് അരമണിക്കൂറെങ്കിലും ചെയ്യിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് അവിടെ ജോലി ചെയ്യുന്ന യുവാക്കൾക്ക് വേണ്ടിയിട്ട്, യുവതിയുവാക്കൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല സാറേ. കാരണം അത് ഞാനിപ്പം എന്റെ ഔട്ട് ബേസ് ഇന്റർവ്യൂ എന്നുള്ള ക്ലാസ്സിൽ പറയാറുണ്ട്. കാരണം ആ കമ്പനിക്ക് മെച്ചം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇവരെ കൊണ്ട് അത് ചെയ്യിച്ചാല് ശരിക്കും അവർ ആ കമ്പനിക്ക് നല്ല മെച്ചം ഉണ്ടാവും ഡെയിലി. തീർച്ചയായിട്ടും അതാണ്. അത് കമ്പനിക്ക് മെച്ചം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അത്. തീർച്ചയായിട്ടും താങ്ക് യു സർ, താങ്ക് യു. ആനന്ദ് സർ, വളരെ സന്തോഷം. അതെ, എല്ലാ വിദ്യാഭ്യാസവും സ്കൂളുകളിൽ നിന്ന് ആരംഭിക്കണം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് തുടങ്ങണം. എന്നാലേ സമൂഹത്തിൽ പരിവർത്തനം പൂർത്തീകരിക്കാൻ പറ്റൂ. ഇന്നല്ലെങ്കിൽ നാളെ മെച്ചപ്പെട്ട ഒരു കാലം ഉണ്ടാകും എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം ഇവിടെയും വളരെ പ്രസക്തമാണ്. സാർ അത് എടുത്തു പറഞ്ഞല്ലോ. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് തന്നെ മാറ്റം കൊണ്ടുവരണം. കുട്ടികൾക്ക് വീട്ടിലും സ്കൂളിലും പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസിനുള്ള അവസരം കൊടുക്കുക. അപ്പൊ അധ്യാപകരും മാതാപിതാക്കളും അതിന് പ്രാപ്തരായി തീരണം. അതൊക്കെ വളരെ നല്ലൊരു കാഴ്ചപ്പാടാണ്. അത് ഈ പലപ്പോഴും നമ്മൾ ഈ വേദിയിൽ പറയാറുണ്ട്, കേൾക്കേണ്ടവർ കേൾക്കുകയും ചെയ്യേണ്ടവർ ചെയ്യുകയും ചെയ്താലേ ഇതിന് ഫലം ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും നമുക്കൊരു തിരി എത്തിച്ചു വെക്കാം. ആ വെട്ടം കാണുന്നവരാരെങ്കിലും ഒക്കെ കാണട്ടെ, അത്ര അന്ധകാരം മാറുമല്ലോ. എന്തായാലും സാർ, യാതൊരു സംശയമല്ല, നമ്മുടെ ആ കരിക്കുലം തന്നെ ഒന്ന് മാറ്റി നല്ലൊരു നാളെ സൃഷ്ടിക്കാൻ നമ്മുടെ ഭരണാധികാരികളും ബന്ധപ്പെട്ടവരൊക്കെ ശ്രമിക്കട്ടെ. അതിനുള്ള മറ്റേ സാറ് പറഞ്ഞല്ലോ, ഒരു മൈൻഡ്ഫുൾനെസ്സിന് ഒരു സൈലന്റ് ഏരിയ, ഒരു ഏരിയ എന്താണ്, ഒരു ഹെൽപ്പിംഗ് ഏരിയ, സൈലന്റ് ഏരിയ അല്ല, സൈലന്റ് കോർണർ. അതെ അതെ, ഒരു പീസ്ഫുൾ അന്തരീക്ഷം അനുഭവപ്പെടാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ അതൊക്കെ ഉണ്ടാവണം. തുറന്ന് സംസാരിക്കാൻ അവസരം കിട്ടിയാൽ തന്നെ അത് ഒരു വലിയ കാര്യം തന്നെയാണ്. എന്തായാലും നന്നായി സാർ, ഒത്തിരി സന്തോഷത്തോടെ ഒരു സായാഹ്നം കൂടി കഴിച്ചു. താങ്ക് യു. എനിക്ക് തോന്നുന്നു ഈ മൈൻഡ്ഫുൾനെസ്, യോഗ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് സ്കൂളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമാണെന്ന് തോന്നുന്നില്ല. കാരണം പലരും അതിനെ എതിർക്കാറുണ്ട്. അത് നടക്കുകയില്ല. അതിലും നല്ലത് ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പേരൻസ് കൂടുതൽ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക, അവർ തന്നെ പഠിക്കുക, മക്കളെ പഠിപ്പിക്കുക എന്നുള്ളതായിരിക്കും പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്ന ഒന്ന്. അതുകൊണ്ട് ഇനി ഗ്രാൻഡ് പേരൻസ് ആയിട്ടുള്ളവർക്ക് അതും പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഇനി പേരൻസ് ആയിട്ടുള്ള ആളുകളും ഇതേക്കുറിച്ച് കൂടുതൽ അവെയർ ആകാനും വീട്ടിൽ പ്രാക്ടീസ് ചെയ്താലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു. പക്ഷേ സ്കൂളിൽ നിന്നുള്ള ആ സ്കൂൾ പ്രഷർ അധ്യാപകരിൽ നിന്ന് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. കാരണം അത് എല്ലായിടത്തും ഉണ്ട്, എല്ലാ രാജ്യത്തും ഉണ്ട്. ഞാനിപ്പം എനിക്ക് ഇവിടുത്തെ അനുഭവങ്ങൾ എനിക്കറിയാം. നാട്ടിലേത് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് യാതൊരു അപ്ഡേഷനും ഇല്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഈ അധ്യാപകർക്ക് ഒത്തിരി നമ്മളുടെ ഭാവി തലമുറയെ വാർത്തെടുക്കാൻ കഴിയുന്ന വ്യക്തികളാണ്. അപ്പൊ അവരിത് പഠിക്കുന്നത് നല്ലതാണ്. പക്ഷെ കരിക്കുലത്തിലേക്ക് കൊണ്ടുവരുന്നതിനെ പറ്റി സമീപ ഭാവിയിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പൊ യോഗ വരുന്നതിനെ പറ്റിയും എതിർപ്പുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം മറ്റു കാര്യങ്ങളാണ്. ഓക്കെ, അതേക്കുറിച്ചൊന്നും നമുക്ക് സംസാരിച്ചിട്ട് കാര്യമില്ല. എനിവേ, മാതാപിതാക്കൾ, പ്രത്യേകിച്ച് യങ് ആയിട്ടുള്ള മാതാപിതാക്കൾ ഇതേക്കുറിച്ച് കൂടുതൽ അവെയർ ആകുകയും അത് അവരും മക്കളും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും വലിയൊരു ചേഞ്ചസ് നമ്മുടെ സമൂഹത്തിലുണ്ട്.
സാറേ യോഗ കമ്പൽസറി ആക്കാനുള്ള ശ്രമം കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തു നിന്നുണ്ട്. അത് സ്ഥാപനങ്ങളിലും വ്യവസായ സ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സ്റ്റാറ്റ്യൂട്ടറി ആകാനുള്ള സാധ്യത വളരെ കൂടിയിരിക്കുന്നു. ആ വഴിയാ വെരി ഗുഡ്, കാര്യങ്ങളുടെ പോക്ക്. വെരി ഗുഡ്. സാറേ, ഈ നമ്മുടെ ഈ കാലത്ത് ഇച്ചിരി ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു കൾച്ചറാണ്, ഫാസ്റ്റ് കൾച്ചർ. അവിടെയാണ് ഈ പ്രശ്നം. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. എന്തിനും അവധാനത കൊടുക്കുക എന്നുള്ളത്. പക്ഷെ ഇവിടെ ഇപ്പം എന്താ പറയുന്നത്, ഈ കുതിരകൾ പറക്കുന്ന പോലെ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അത് നമ്മൾ പ്രായമുള്ളവർ പോലും, റിട്ടയർ ചെയ്തവർ പോലും അങ്ങനെ പറക്കുന്ന ഒരു കാലഘട്ടം. അപ്പൊ അവിടെയാണ് ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന തലത്തിന് വ്യത്യാസം വരുന്നത്. അതിനുള്ള ഒരു പേഷ്യൻസോ ഒരു സമയം എടുക്കലോ, സ്വല്പ നേരം ഒന്ന് ശാന്തമായിരിക്കുക, സാറാ പറഞ്ഞ പോലെ ഒരു പീസ് കോർണർ, അങ്ങനെ ഒരു മാനസികമായ ഒരു അനുഭവം. ഇതൊരു എക്സ്പീരിയൻഷ്യൽ പാർട്ടാണ്. ശരീരത്തിൽ അത് എക്സ്പീരിയൻഷ്യലായി മറ്റുള്ളവർക്കും അത് പ്രയോജനകരമാണ്. ഒന്നും എന്നെ ശല്യപ്പെടുത്താതിരിക്കും, ഞാനൊരു സ്വല്പ നേരം ശാന്തമായിരിക്കട്ടെ എന്ന് പറയാൻ പറ്റുന്ന ആ ഒരു മനോഭാവത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചേഞ്ചസ് ഉണ്ടാകും. അതിന് പകരം ഇപ്പൊ നമ്മള് ഈവൻ പ്രയറിന്റെ തലത്തിലാണെങ്കിലും വളരെ ഫാസ്റ്റ് ആണ്, അടിച്ച് പൊളിച്ച് പോകുന്ന ഒരു ടൈപ്പാണ് അത്. പക്ഷെ അവിടെ നിന്ന് ശാന്തതയിലേക്കോ അല്ലെ ഒരു എന്താ പറയുക, ഇച്ചിരി ശൂന്യതയൊക്കെ സ്പർശിക്കാൻ പറ്റുന്ന ഒരു തലത്തിലേക്കൊക്കെ മാറിക്കഴിഞ്ഞാൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സ്പേസ് കാണുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് എന്തിനു വേണ്ടി, അതും നമ്മൾ പറയില്ല. ഇപ്പൊ നമ്മൾ പറയും മണി മേക്കിങ്ങിനും നമുക്ക് മെഡിറ്റേഷൻ യൂസ് ചെയ്യാമെന്ന്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് കൂടിയാണ് എങ്ങനെ ഉണ്ടാക്കാം. ഓക്കെ, മെഡിറ്റേഷനിലൂടെ അത് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ട്. അവിടെയാണ് ജോഷ് സാർ കൂടെ പറയും. സാർ അൺമ്യൂട്ട് ചെയ്യും. ഞാനാണേ തുടങ്ങിയത്. തുടങ്ങിയോ? ശരി. ഇടയ്ക്ക് എനിക്ക് എന്നെ കാണാൻ പറ്റാത്തൊരവസ്ഥ വന്നു, എനിക്ക് മനസ്സിലായില്ല. സാറിന്റെ അസാന്നിധ്യത്തിൽ ഞാൻ ആ ഗ്യാപ്പ് അങ്ങ് ഫില്ല് ചെയ്തു. ഓക്കെ. ഇനി ഇപ്പൊ അമർജ്യോതി മാം ഉണ്ട്, എനിക്ക് തോന്നുന്നില്ല മാം ഒന്നും കേട്ടെന്ന് തോന്നുന്നില്ല. സാറേ റോയ് സാർ എവിടെ പോയി സാറേ? റോയ് സാർ എനിക്ക് തോന്നുന്നു പോയി, ഇതൊക്കെ പോയി. ആന്റണി സാറ് പറഞ്ഞല്ലോ വീട്ടിലെ തുടങ്ങ്. ശരിയാണ്, വീട്ടിലാണെന്ന് പറഞ്ഞാല് ഈ കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങളിൽ ഒരുപക്ഷെ പേരൻസിനേക്കാൾ കുറെ കൂടി സ്വീകാര്യം സ്കൂള് തന്നെയാണ്. ഇപ്പൊ പേരൻസ് അല്ലെങ്കിൽ വല്യപ്പൻ അല്ലെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ ഇത് ചെയ്യുമ്പോൾ ഇവർക്ക് വേറെ പണിയൊന്നും ഇല്ലാതെ വേറെ ഇരിക്കുന്നു എന്നുള്ള ഒരു ഫീലിംഗ് ചിലപ്പോൾ ഈ കുട്ടികളിൽ ഉണ്ടാകത്തുള്ളൂ. ഇപ്പൊ ഈ സ്കൂളിന്റെ എന്ന് പറയുമ്പോൾ ഇവരെ ഈ യോഗ മാത്രമായിട്ട് വരും. ഇപ്പൊ യോഗയ്ക്ക് ഒരു മതകീയ പരിവേഷം ചാർത്തപ്പെടുകയോ അല്ലെങ്കിൽ ഈ പൊളിറ്റിക്സും മതവും കൂടെ മിങ്കിൾ ചെയ്ത് വന്നത് കൊണ്ടുണ്ടായിരിക്കുന്ന ഒരു ചെറിയ പ്രോബ്ലമാണ് ഈ അത്തരത്തിൽ ചാടിക്കേറി എതിർക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇത് മെഡിറ്റേഷൻ മാത്രമല്ല, അല്ലെങ്കിൽ യോഗ എന്നുള്ള നിലയിൽ പറയാതെ ഉണ്ട് നമ്മുടെ ഇതിന്റെ ഭാഗമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ വരേണ്ടതുണ്ട്. ഈ ഒരാൾ മൈൻഡ്ഫുള്ളായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് വരികയും അതിന്റെ ഭാഗമായി ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇപ്പൊ വന്നു പോയത് എന്താന്ന് വെച്ചാല് ഒരുപക്ഷെ ഈ യോഗയുടെ കുത്തക ഒരു മതത്തിന്റെ തലയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടേതായിട്ട് മുദ്രണം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അതിന്റെ ഒരു ചെറിയ കുഴപ്പമുണ്ടാവും. എങ്കിലും അതും ഇവിടെ വന്ന് ഭവിക്കുക തന്നെ ചെയ്യുമെന്നാണ് ജോർജ് സാറ് പറഞ്ഞതുപോലെ. അതിനുള്ള ശേഷിയിലേക്കാണ് അത്തരം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതും വരും. ഫോഴ്സ് ചെയ്താണെങ്കിലും ചിലപ്പോൾ വന്നിരിക്കും. കാത്തിരുന്ന് കാണാം. ഓക്കെ സാർ. ഓക്കെ, അപ്പോൾ നമുക്ക് അല്ലേ, നാളെ ഹോളിസ്റ്റിക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ് ആണ്. സോ ആന്റണി സാർ, once again. Okay. Thank you all. Thank you. See you. Good night, sir. Bye bye. Good night. Okay, good night. Yeah, have a nice evening. Thank you. Good night, sir. Good night. Okay, bye. Bye. Bye, bye, sir.